എന്റെ ശാപത്തെ തന്റെ ശരീരത്തിന്മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനോ ഒരു രോഗശക്തിക്കോ ഒരു രോഗത്തിന് ദുരാത്മാവിനോ എന്റെ മേൽ അവകാശമില്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി ഞാൻ സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ സാക്ഷ്യമാക്കുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിന്റെ വചനം കേട്ട് കർത്താവിൽ ബലപ്പെടുവാനും ശക്തിപ്പെടുവാനും ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ആ വലിയ കൃപകൾക്കായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധി 40 നേരം ഒന്ന് സമർപ്പിച്ചോടെ. കർത്താവ് എന്നെ തന്നെ ഒന്ന് പൂർണ്ണമായി ഒന്ന് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയ്ക്കായി എല്ലാവരും സമർപ്പിച്ച് അല്പനേരം ഒന്ന് സമർപ്പിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ എല്ലാ ബലഹീനതകളെയും കർത്താവ് അറിയുന്നല്ലോ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ എല്ലാ മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുന്നല്ലോ. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളെയും കാൽവരി ക്രൂശിലൂടെ കർത്താവ് അത് മാറ്റിയതാണല്ലോ. ഞങ്ങൾ തകർന്നു പോകത്തില്ല, ഞങ്ങൾ നശിച്ചു പോകത്തില്ല, ഒരു നാളും നശിക്കുവാൻ കർത്താവെ അങ്ങ് സമ്മതിക്കത്തില്ല. ഞങ്ങൾ ദൈവത്താൽ ഉയർച്ച പ്രാപിക്കും, ദൈവത്താൽ നന്മ കൊണ്ട് സ്വർഗം ഞങ്ങളെ നിറയ്ക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ സകല നന്മയുടെ ഉറവിടമായ കർത്താവ് ഇന്ന് ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് വലിയൊരു വഴിത്തിരിവ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ, വലിയൊരു വഴിത്തിരിവ്, വലിയൊരു ടേണിംഗ് പോയിന്റ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ, വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്ന വൽക്കുറവയ്ക്ക് നന്ദി പറയുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ മുന്നോട്ട് വരുന്നപ്പോൾ അങ്ങ് സഹായിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ കൃപയാൽ തുടർമാനമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം കേട്ടു വരുന്നു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രയറിന്റെ ലിങ്കുകൾ അനേകർക്ക് നിങ്ങൾ കൊടുക്കുക. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ, തകർന്ന അവസ്ഥയിൽ ഇരിക്കുന്നവർ, അവർക്ക് നിങ്ങൾ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ പറയണ്ട, കർത്താവ് നിങ്ങളെ വിടുവിക്കും. ആ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ നിഖിൽ ബ്രദറിനെ പരിചയപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അല്ല നിങ്ങൾ പരിചയപ്പെടുത്താൻ നിങ്ങൾ അവർക്ക് കൊടുക്കണം. കർത്താവ് നിങ്ങൾക്ക് കാര്യം നമ്മുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഉറപ്പിൽ പറയുകയാണ്, അവരുടെ ലൈഫിനെ ദൈവം മാറ്റും. ഞാൻ പലരോടും പറയാറുണ്ട്, പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കയറണം. ഇപ്പൊ പലപ്പോഴും അവര് ചിലപ്പോൾ ഞാനെന്ന വ്യക്തിയെ നോക്കുന്നത് കൊണ്ട് അവർ ചിലപ്പം കയറാറില്ല മിക്കവരും. ഇപ്പം ഞാൻ പിന്നീട് ചോദിക്കും പ്രാർത്ഥനയ്ക്ക് കയറുക, അപ്പോൾ പറയും തിരക്കാന്ന് പറയും. തിരക്കൊന്നുമില്ല, എന്നാലും പറയും തിരക്കാന്ന് പറയും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ ഒരു പ്രസൻസ് അഥവാ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. ആ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ ദൈവം അവരെ തൊടും. അവരുടെ ലൈഫിൻ്റെ അകത്ത് ദൈവം ഒരു ചേഞ്ച് വരുത്തുക തന്നെ ചെയ്യും. നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. തുടർച്ചയായിട്ട് നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ വചനത്തിലേക്ക് തന്നെ പോകാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ പുഷ്പാസ്റ്ററെ? ഇവിടെ പറയുന്നു, അവിടെ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും
ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? You know the grace of our Lord Jesus Christ, though he was rich, yet for your sake he became poor, that through his poverty we may be rich. പലപ്പോഴും നമ്മുടെ ലൈഫിന്റെ അകത്ത് ദൈവത്തിന്റെ സമ്പന്നത അനുഭവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും. Many times God's prosperity we are not able to enjoy. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് പ്രോസ്പെരിറ്റി അഥവാ സമൃദ്ധി, സമ്പന്നത എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാര്യമാണ്. Many people have difficulty hearing prosperity. നമ്മൾ പൊതുവെ പറയാറുണ്ട്, സമ്പത്ത് വന്നാൽ മനുഷ്യൻ തെറ്റിപ്പോകുമെന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. There is a proverb in our land that if somebody is rich, he might go err. ബൈബിളിൽ പറഞ്ഞ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു പറഞ്ഞത്. But the Bible says Abraham was very rich. ദാവീദ് സമ്പന്നനായിരുന്നു, രാജാവായിരുന്നു. David was king and he was extremely rich. ഇവരാരും സമ്പത്തുള്ളത് കൊണ്ടല്ല തെറ്റിപ്പോയത്. They did not err because they were rich. ഇപ്പൊ പലരുടെയും ചിന്ത സമ്പത്താണ് പലതിനെയും തെറ്റിക്കുന്ന. Many people think richness make people go astray. ഒരു കാര്യം മനസ്സിലാക്കണം, സമ്പത്തല്ല മനുഷ്യനെ തെറ്റിക്കുന്നത്, ബലഹീനതകളാണ്. It's not prosperity that make people go astray. It is a what? അപ്പൊ അതായത് ബലഹീനത, വീക്ക്നെസ്സുകളാണ്. It is their weaknesses that they go astray. നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക വഴി ദൈവത്താൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേൾക്കാൻ വേണ്ടി പോകുന്നതും അനുഭവിക്കാൻ വേണ്ടി പോകുന്നതും. We are going to hear how a financial breakthrough can happen and how you can enjoy it. ഞാൻ കാലങ്ങളായിട്ട് ഇത് വിശ്വസിക്കുകയും ഞാനത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ്. സമൃദ്ധി, I am enjoying prosperity for some time now. നമുക്ക് സമ്പത്ത് വേണം. We need riches. സമ്പത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. How we become rich, we are going to hear now. ഒന്നാമത് ഇവിടെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, Though Jesus was rich, കർത്താവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾക്ക് സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു. So that we become rich in him, he became poor for our sake. എന്നാൽ പലരും പറയാറുണ്ട്, അത് യേശുക്രിസ്തുവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ആത്മീക ദാരിദ്ര്യത്തെ പറ്റിയാണ്, അല്ലാതെ നമ്മുടെ സാധാരണ ദാരിദ്ര്യത്തെ പറ്റി അല്ലെന്ന് പലരും പറയാറുണ്ട്. Many people say that it is the spiritual poverty, not the physical poverty. നിങ്ങൾ തൊട്ടുമുള്ളത്തെ വാക്യം നോക്കുമ്പോൾ അറിയാൻ പറ്റും, അപ്പോസ്തലനായ പൗലോസ് ലീഗ ഒരു ധർമ്മശേഖരണത്തെ പറ്റി പറയുകയാണ്. അത് ഓഫറിങ്ങിനെ പറ്റി. നിങ്ങൾ നോക്കിയാൽ സിസ്റ്റർ ട്രാൻസ്ലേറ്റിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലാകുന്ന ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി, വചനം വായിച്ചില്ലെങ്കിലും. അങ്ങനെ തീത്തോസ്, നമ്മൾ 9-ാം വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. നോക്കിയപ്പോ ധർമ്മശേഖരം. Paul spoke about the offering collection. അപ്പൊ ഇവിടെ നിങ്ങൾ തൊട്ടുമുകളത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ 8:2 മുതൽ പറയാണ്, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷവും സമൃദ്ധിയും, മെക്കദോനിയക്കാരെ പറ്റിയാണ് പറഞ്ഞത്, മെക്കദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷവും സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അതിന്റെ 1-ാം വാക്യം. Even though they were deeply in poverty, they showed their liberality with joy in Macedonia. അപ്പൊ മെക്കദോനിയ സഭയെ പറ്റി പറയാണ്, മഹാദാരിദ്ര്യത്തിൽ കടന്ന സഭയാണ്. They were deeply in poverty. എന്നാൽ അവരെന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ കർത്താവിന്റെ വേലയിൽ ഒത്തിരി നന്മ വിതയ്ക്കുവാൻ, ഓഫറിങ്ങുകൾ കൊടുക്കുവാൻ ഇടയായി തീർന്നു. But in kingdom of God, they gave so much of offerings. അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നത്, വിശുദ്ധന്മാരുടെ സഹായത്തിനും ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് വളരെ താല്പര്യത്തോടു കൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. They were eagerly, Paul said he is eagerly praying them.
for offerings. നോക്കിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ആരും നമ്മൾ കേട്ട് കർത്താവായ യേശുക്രിസ്തു ദാരിദ്ര്യം മാറ്റിയെന്ന് പറഞ്ഞിട്ട് പൗലോസ് ലീഗ തുടക്കം മുതൽ, അതായത് ഞാനിപ്പോ അതിന്റെ ഇടയ്ക്കുന്ന വായിച്ചത്, അതിന്റെ തുടക്കം മുതൽ പറയുവാണ് ദാരിദ്ര്യം, മഹാദാരിദ്ര്യം, അതായത് ഓഫറിങ്, ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു വന്നിട്ട് അപ്പൊ അവിടെയുള്ള ആൾക്കാർ പൗലോസ് എന്തൊരു പിരിവാ പിരിച്ചോണ്ടിരിക്കുന്നത്. Yeah, we might feel that Paul is just collecting. അപ്പൊ പൗലോസ് ഇങ്ങനെ പൗലോസ് പറയണം, അവിടെ സുവിശേഷ വേലയുണ്ട്, അവിടെ കൺവെൻഷൻ ഉണ്ട്, ഇവിടെ കൺവെൻഷൻ ഉണ്ട്, ഇതിനെല്ലാം അവര് തന്നു ഇവര് തന്നു കണക്ക് പറഞ്ഞോണ്ടിരിക്കും വരുന്ന സഭയെ വന്ന്. Paul is giving accounts after accounts for collections that he had. അങ്ങനെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കേണ്ടതിന് ഞങ്ങളും അപേക്ഷിക്കുകയാണ്. And verse 6 says, we desire Titus that as he had begun, so would he finish in some grace. എന്നിട്ട് പൗലോസ് പറയുകയാണ് 9-ാം വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു. And verse 9 he says Jesus was rich. അപ്പൊ നോക്കി, ഇവിടെ ആത്മീയ ദാരിദ്ര്യത്തെ പറ്റി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. It is not spiritual poverty. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു രാജാതി രാജാവായ ദൈവം. He is the King of Kings, Jesus. സകല സമ്പത്തിന്റെ ഉറവിടമായ ദൈവം. He is the beginning of all good things. അവിടെ നമുക്കറിയാം, കൊട്ടാരത്തിൽ ജനിക്കാതെ അവിടെ ഒരു പുൽത്തൊട്ടിയിൽ അല്ലെങ്കിൽ ഒരു കന്നുകാലിക്കൂട്ടിൽ യേശുക്രിസ്തു ജനിച്ചു. He was born in a manger though. ദരിദ്രനായ മാതാവിന്റെയും യോസേഫിന്റെയും മകനായി അവിടെ ജനിച്ചു. He was born to a poor parents. എന്തുകൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്? Why he was born poor? കാര്യം പാപത്തിന്റെ ഫലമാണ് ദാരിദ്ര്യം. Poverty is the result of sin. അപ്പൊ ആ പാപത്തിൽ നിന്നും മോചനത്തിന് വേണ്ടി മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി യേശു ജനിക്കുമ്പോൾ ആദ്യത്തെ കടമയാണ് പാപനിമിത്തം ശാപനിമിത്തം ദാരിദ്ര്യം ഉണ്ടായി. Because Jesus was born to set us free from poverty. നമ്മൾ സ്വാഭാവികമല്ലേ ശാപം പിടിച്ച വീടെന്നൊക്കെ പറയാറില്ലേ ചിലരെ പറ്റിയൊക്കെ? Many times we say that a house afflicted with sin. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അവരുടെ വീട്ടിൽ ഒന്നും കാണത്തില്ല. Maybe that family doesn't have anything. അപ്പൊ പാപനിമിത്തം ശാപമുണ്ടായി, ശാപനിമിത്തം ദാരിദ്ര്യം ഉണ്ടായി. Because of sin they were poor, and because of poverty they were against sin. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു എന്ത് ചെയ്തത്? ദരിദ്രനായി ജനിച്ചു. That is why Jesus was born poor. ഈ വാക്ക് കേട്ടോണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും കർത്താവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. Though Jesus was rich, because of his poverty, for us to be rich. ഇവിടെ ആത്മീയ ദാരിദ്ര്യമല്ല. കാര്യം തൊട്ട് മുകളിൽ പൗലോസ് ലീഗ ഓഫറിങ്ങിനെ പറ്റിയും സ്വോത്രകാഴ്ചയെ പറ്റിയുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Paul is talking about offerings and givings. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നിക്കാണ് രണ്ട് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നു. പൗലോസ് ലീഗ പറയുന്ന ദാരിദ്ര്യം, പൗലോസ് ലീഗ പറയുന്ന സമ്പന്നത, ഇതിന്റെ അർത്ഥം എന്താണ്? What do you mean by the abundance that Paul speaks, or the poverty that he speaks? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒന്നാമത്തെ ഞാൻ പറയാം, ഇനി വന്നിട്ട് തിരിച്ചു വരാം, ഇതിലേക്ക് ഞാൻ വരാം. എങ്ങനെയാണ്? ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുവാൻ യഹോവ ശക്തി തരുന്നു. Deuteronomy 8 says, God gave us the ability to produce wealth. ഓക്കെ, അപ്പൊ നമുക്ക് സമ്പത്തുണ്ടാകുവാൻ കർത്താവ് നമുക്ക് ശക്തി തരുന്നു. God give us the ability to produce. അപ്പൊ നിങ്ങൾക്കൊരു സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യം മതി, ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ മതി. For you to have a spiritual prosperity blessing, only God's strength is required. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 13-ാം വാക്യത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനെ പറ്റി പറയുന്നു. അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു തെക്കേ ദേശത്ത് വന്നു. അടുത്ത വാക്യത്തിൽ പറയുന്ന 2 മുതൽ വായിച്ചാൽ മതി. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. Abraham was rich in cattle, silver and in gold. Genesis 13:2. അപ്പൊ നോക്കിക്കേ, അപ്പൊ ദൈവം അബ്രഹാമിന് എന്തെല്ലാം കൊടുത്തു? ഒന്ന് മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുമോ? കാണുന്ന 2-ാം വാക്യം ഉറക്കെ വായിക്കും. അബ്രഹാമിന് ദൈവം എന്തെല്ലാം കൊടുത്തു?
പൊന്ന്, വെള്ളി, ഉം. വെള്ളി, കന്നുകാലി, cattle, silver, and gold. അപ്പൊ ആരെങ്കിലും അപ്പൊ ദൈവം നമുക്ക് പൊന്ന് തരും, ദൈവം നമുക്ക് വെള്ളി തരും കൊണ്ട്. അപ്പം സ്വർണവും വെള്ളിയും കന്നുകാലിയും ഇതെല്ലാം ദൈവം കൊടുത്തതാണ്. God gave cattle, silver, and gold. അപ്പൊ നിങ്ങൾ സ്വർണം വേണ്ടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ടെന്ന അതിന്റെ അർത്ഥം. If you say, I don't want gold, you say that I don't want the blessings of God. അപ്പൊ ദൈവം അബ്രഹാമിന് ഇത് എങ്ങനെ ഉണ്ടായി? How did Abraham got it? ആവർത്തന പുസ്തകം പറഞ്ഞു യഹോവയുടെ ശക്തി വെളിപ്പെട്ടാൽ സമ്പത്തുണ്ടാവും. Deuteronomy says God's ability, God's blessing make you rich. നമ്മൾ ആ 2 കൊരിന്ത്യർ വാക്യത്തിന്റെ അകത്ത് കേട്ടു. ആ വാക്യം ശ്രദ്ധിച്ചോണം. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തുവിന്റെ ദാരിദ്ര്യം നിങ്ങളെ സമ്പന്നനാക്കിയിരിക്കുന്നു. Lord Jesus was rich, but through his poverty you become rich. നോക്കിക്കേ, അങ്ങനെയെങ്കിൽ സദൃശവാക്യത്തിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. Blessings of the Lord maketh us rich, and നിങ്ങൾ yet no sorrow. ഇനി ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. യഹോവയുടെ ആദ്യം പറഞ്ഞു ദൈവത്തിന്റെ ശക്തിയാൽ സമ്പത്തുണ്ടാകും, 2 അനുഗ്രഹത്താലും സമ്പത്തുണ്ടാകും. The blessings of the Lord maketh us rich, and God's blessing, God's ability make you rich. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ വെളിപ്പെട്ട സ്ഥലമാണ് കാൽവരി ക്രൂശ്. Both of these were displayed in Calvary cross. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ അനുഗ്രഹവും ഒരേപോലെ വെളിപ്പെട്ടപ്പോൾ വചനം പറയുന്ന ദാരിദ്ര്യത്തിന്റെ ശാപം അവിടെ നീങ്ങിയിരിക്കുന്നു. God's ability and God's blessing was displayed in Calvary cross. ആമേൻ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കേട്ടു. You heard all these things. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോഴേക്കും അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും അബ്രഹാമിനെ പറ്റി പറയുന്നു. അബ്രഹാം ആ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-2 നമ്മൾ വായിച്ചു പൊന്നു വെള്ളി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു എന്ന് വചനം പറയുക. 13:2 says Abraham was very rich in cattle, silver, and gold. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിക്കാൻ തുടങ്ങി. 13:4 says Abraham started worshipping the Lord. അടുത്ത വാക്യം അബ്രഹാമിന്റെ കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. The Lot who came with Abraham also had great riches. അവിടെ നോക്കി അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിൽ അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കാൻ കഴിഞ്ഞില്ല. Their substance was really great that they could not dwell together. നോക്കിക്കേ, അപ്പം അവിടെ വചനം പറയുന്നു അവർ ഒരുമിച്ച് പാർക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ സമ്പത്ത് അവർക്കുണ്ടായി. They couldn't even dwell together because their substance was such great. എന്റെ ചോദ്യം, ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇപ്പൊ എന്തുവാ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഇത് വല്ലതും My കിട്ടുന്നുണ്ടോ? question is, what is our condition now? ഇല്ല. ഒന്ന് പറഞ്ഞു, ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. Do we get something like this? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു ദൈവത്തെ അബ്രഹാം ആരാധിക്കാൻ തുടങ്ങി. അവിടെ 2 പേർക്കും അവിടെ നോക്കി ആ ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. Abraham started worshipping the Lord, and that place could not hold them together. കാര്യം അവർക്ക് വളരെ സമ്പത്തായി തീർന്നു. They were so very rich and substance was great. ആമേൻ. അപ്പൊ അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവത്തെ ആരാധിക്കുന്നവന്റെ വീട്ടിൽ സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകും. If one who worship the Lord will have enough riches in his house. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. By God's blessing one will have riches. ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ സമ്പത്തുണ്ടാകും. God's ability make you rich. കാൽവരി ക്രൂശിൽ ദാരിദ്ര്യം മാറ്റിയത് കൊണ്ട് സമ്പത്തുണ്ടാകും. Calvary cross removed poverty. എന്നാൽ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരാൻ കഴിയാത്തത്, Why it is not reaching you is because നിങ്ങൾ എപ്പോഴും ഓർത്തോണം, സമ്പത്ത് കൂടുമ്പോഴല്ല മനുഷ്യൻ തെറ്റിപ്പോകുന്നത്. you should understand that you don't go astray because of riches. മനുഷ്യന്റെ ബലഹീന നിമിത്തമാണ് തെറ്റിപ്പോകുന്നത്.
It is because of your weakness that you go എപ്പോഴും astray. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആരെങ്കിലുമൊക്കെ നിങ്ങളെ പ്രസംഗത്തിലൂടെ തെറ്റിദ്ധരിപ്പ്, കുറേ സമ്പത്തുണ്ടായി, ചിലർ പറയും കുറേ സമ്പത്തുണ്ടായ ബ്രദറെ ഞങ്ങൾ വഴിതെറ്റി പോകുകൊണ്ട് ഞങ്ങൾക്ക് സമ്പത്തി വേണ്ടെന്ന് പറയും. Many people say that I don't want to be that rich because I might go astray. ഞാൻ പറയും എനിക്ക് സമ്പത്ത് ഇനിയും വേണം, കാരണം നമുക്ക് ലോകം മുഴുവനും കർത്താവിന്റെ സുവിശേഷവുമായിട്ട് പോകാനുള്ളതാ. I will say I need more and more riches because I have to go to the end of the earth. അപ്പൊ ഫിനാൻസ് നമുക്ക് ആവശ്യമാണ്. Finance is required for us. ഫിനാൻസ് എങ്ങനെ ഉണ്ടാകുന്നു? How does finance happen? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. Listen to me carefully. സിസ്റ്റർ, ഞാൻ ആദ്യം അയച്ച ഈ വാക്യം ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. ഓക്കെ, യഹോവയുടെ, ഞാൻ ആ വാക്യം മൊത്തം ഒന്ന് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു പോയായിരുന്നു. ഈ സദൃശവാക്യത്തിൽ തന്നെ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും എന്നൊരു വാക്യം, അതിനു മുമ്പ് ഞാനൊരു വാക്യം വായിച്ചായിരുന്നു. My son maketh a glad. അല്ല, ഈ വാക്യമാണ്. പക്ഷെ അത് വാക്യം എനിക്ക് 10-ാം അധ്യായത്തിലാണ്. യഹോവ ഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകുന്നു. ആ വാക്യം ഇതിനകത്ത് കിടപ്പുണ്ട്, ഒന്ന് പെട്ടെന്ന് എടുത്തോണേ. യഹോവ ഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു. നിങ്ങൾ ആ ബൈബിൾ ഒന്ന് വേഗത്തിൽ വായിക്കാൻ, എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. യഹോവ ഭക്തി യഹോവ The fear of the Lord prolongeth days, and the years of the wicked shall be shortened. 10:27. അപ്പൊ ഞാൻ ഇന്നാളും പറഞ്ഞു, ഫിയർ ഓഫ് ദ ലോർഡ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ദൈവം എന്ന് പറയും പേടിക്കുന്ന ഒരു ആശയമല്ല, സ്നേഹത്താൽ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിന്റെ അകത്ത് വരുന്ന. The fear of the Lord is not fear of the Lord, it is the love of the Lord. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നത്. Because we have already said that, I don't explain. ഇവിടെ വാക്ക് കാണാം, ആയുസിനെ ദീർഘമാക്കാൻ പറ്റും. Years of the ആയുസിനെ ദീർഘമാക്കുന്നു. The years shall be expanded of the righteous. The fear of the Lord prolongeth the days, but the year of the wicked shall be shortened. അപ്പോൾ നോക്കിയേ, അപ്പൊ നമ്മള് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് തീരത്തില്ല, പെടുമരണം സംഭവിക്കത്തില്ല, ആയുസ് എത്താതെ നിങ്ങൾ മരിക്കത്തില്ല. If you are in the love of the Lord, you will not die early. എന്റെ കൂടെ പറഞ്ഞ പെടുമരണം ദൈവത്തിൽ നിന്നുള്ളതല്ലെന്ന് പറ. Bad death is not from the Lord. ആയുസ് എത്താതെ ഞാൻ മരിക്കത്തില്ലെന്ന് പറ. Untimely death will not happen to me. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ആയുസ്സിനെ ദീർഘമാക്കുന്നു. Prolongeth the days. അപ്പൊ രണ്ട് കാര്യമാണ്. ദൈവത്തെ ആരാധിക്കുന്നവന് സമ്പത്തുണ്ടാകും, ദൈവത്തെ ആരാധിക്കുന്നവന് ദീർഘായുസ്സും ഉണ്ടാകും. സിസ്റ്റർ മ്യൂട്ടായി പോയേ. One who worship the Lord will have long life and will have riches great. അപ്പൊ നോക്കി, അപ്പൊ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവന് സമ്പത്തും ഉണ്ടാകും, ദൈവത്തെ ആരാധിക്കുന്നവന്റെ ആയുസ്സും വർദ്ധിക്കും. ഇത് രണ്ടും മനസ്സിലുണ്ടായിരിക്കണേ. One who worship the Lord will have prosperity and will have long days. ഇനി ഇത് എങ്ങനെയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്? How do we bring this to us? ആമേൻ. നമ്മളിപ്പോ കേട്ടു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകും. നമ്മൾ കേട്ടു, we heard that by the blessings of the Lord we get rich. ഞാനിപ്പോ സിസ്റ്റർ ഒരു വാക്യം സിസ്റ്ററോട് നോക്കാൻ പറഞ്ഞ വാക്യം ഏതായിരുന്നു? ആ സദൃശവാക്യത്തില് 10:27 Proverbs. 10:20 അല്ലല്ല, അതിനു മുമ്പ് ഞാൻ കുറച്ചും പറഞ്ഞില്ല, അർത്ഥത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞില്ലായിരുന്നു? അത് 13-ാം വാക്യം അല്ലേ? It is 13, yes. ഓക്കെ, 13 Proverbs 13 അതിന്റെ 18 ആണ്. 1 second. എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിയും? നോക്കിക്കേ, പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന. നോക്കി, ഈ വാക്കുണ്ടോ? പ്രബോധനം. ഞാൻ ആ വാക്യം, പക്ഷെ ഇംഗ്ലീഷ് വരുമ്പോ വാക്യം എങ്ങനെയായിരുന്നത്? പ്രബോധനം എന്നുള്ള വാക്കല്ലേ? 13:18 One who neglects discipline ends up in poverty and in shame. നോക്കിക്കേ, ന്യൂ KJV-യിലോട്ട് വരുമ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ എന്നൊരു വാക്ക് ബൈബിൾ വേഷനിൽ ഏതാ കൊടുത്തേക്കുന്നത്? ഇത് ഇതിപ്പോ ഞാൻ വായിച്ചത് NET ആണ്. ഓക്കെ, എന്റെ ഇരിക്കുന്നതിന്റെ അകത്ത് ന്യൂ KJV വരുമ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ എന്നൊരു വാക്ക്. സിസ്റ്റർ ഏത് വാക്യം വരുന്നത്? ഞാൻ NET ആയിരുന്നു ഞാൻ വായിച്ചത്. പറഞ്ഞു ഡിസിപ്ലിൻ. നോക്കിക്കേ, ഈ വചനത്തിന് നോക്കിക്കേ, സിസ്റ്ററിന്റെ അകത്ത് ഡിസിപ്ലിൻ എന്നുള്ള വാക്കും ന്യൂ KJV-യിലേക്ക് വരുമ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ എന്നൊരു വാക്കുമാണ്.
അതിന്റെ എബ്രായർ പദത്തിലേക്ക് വരുമ്പോഴേക്കും ഡോക്ട്രിൻ എന്നൊരു വാക്കാണ് അതിന്റെ ഒറിജിനൽ അർത്ഥത്തിലേക്ക് വരുമ്പോഴേക്കും. ഡിസിപ്ലിനും ഉണ്ട്, ഡോക്ട്രിനും ഉണ്ട്. There is discipline, there is doctrine. അപ്പൊ അതായത് ദൈവത്തെ നമുക്കറിയാം, ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശമാണ് അല്ലേ? Yeah, doctrine means it's an advice. അതെ, നമുക്കൊരു സഭയ്ക്ക് ഒരു ഡോക്ട്രിൻ ഉണ്ടെന്ന് പറയും അല്ലേ? A church has an advice. എന്നാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആ വാക്ക് നിങ്ങൾ നോക്കിക്കേ, പ്രബോധനം. അതായത് എന്താണോ ദൈവവചനത്തിന്റെ അകത്തുള്ള ആശയം, അതിനെ ആരാണോ നെഗ്ലക്ട് ചെയ്യുന്നത് അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും. Whoever disapproves the word of the Lord, the advice of the Lord, will have destruction. അപ്പൊ ദൈവവചനത്തിന്റെ അകത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഡോക്ട്രിൻ മനസ്സിലായാൽ, If you understand the instruction clearly, നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടാവും. you will have prosperity. ഇനി ഞാൻ ഡോക്ട്രിൻ എന്നുള്ള വാക്കിന് നിന്നുകൊണ്ട്, അതായത് എന്റെ എബ്രായർ പദത്തിൽ വരുന്ന അർത്ഥം ഡോക്ട്രിൻ ആണ്. അപ്പൊ ഡോക്ട്രിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോവാണ്. Let me stand on doctrine. രണ്ടർത്ഥമുണ്ട്, ഡിസിപ്ലിനും വരുന്നുണ്ട്, ഡോക്ട്രിനും വരുന്നുണ്ട്. There is discipline, there is doctrine. അപ്പൊ നോക്കുക, അപ്പൊ ഡോക്ട്രിൻ എന്നുള്ള വാക്കാണ് അവിടെ കൂടുതലും ചേർന്ന് വന്നിരിക്കുന്നത്. The doctrine is the more apt word. ഇപ്പൊ പൊതുവെ നമ്മുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്. ബൈബിളിൽ പൗലോസ് ലീഗ ആദ്യം ഉപയോഗിച്ചൊരു പദമുണ്ട്, മെക്കദോനിയ സഭയിൽ. നിങ്ങൾ ആ വാക്ക് കണ്ടോ? മെക്കദോനിയ സഭക്കാർ മഹാദാരിദ്ര്യമുള്ളവരാണ്. Paul said Macedonians were in deep poverty. നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും, സുവിശേഷ വേല എന്നുള്ളത് ദാരിദ്ര്യവും കഷ്ടതയും പട്ടിണിയും നിറഞ്ഞതാന്നൊരു ഒരു സംഭവം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് സുവിശേഷ വേല? Many notions say that gospel work is full of poverty. ഉണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ ഒരു ഡോക്ട്രിൻ ഉണ്ട്. സുവിശേഷ വേല എന്ന് പറയുന്നത് കഷ്ടതയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ വരുന്നതാന്നുള്ളൊരു ഒരു പഠിപ്പീര് നമ്മുടെ ഇടയിലുണ്ട്. We have a notion, we have a teaching that gospel work is full of poverty. അതെന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ, Why it is because അപ്പോസ്തലന്മാര് പലയിടങ്ങളിലും പറയുന്നുണ്ട്, ഞങ്ങൾ പട്ടിണി കിടന്നു, ഞങ്ങള് പട്ടിണി, ദാരിദ്ര്യം, ക്ഷീണം, ബുദ്ധിമുട്ട്, ഭക്ഷണമില്ലാത്ത അവസ്ഥ, ഇത് പലയിടങ്ങളിൽ അപ്പോസ്തലന്മാർ ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട്. many places the apostles say we were naked, we were foodless, we were in famine. അപ്പൊ ഇത് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, കണ്ടോ, ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ദാരിദ്ര്യവും കഷ്ടതയും ആഹാരമില്ലാത്തതും വെള്ളം കുടിക്കാനില്ലാത്തതുമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങും. Suddenly we feel that the Christian life is a life which doesn't have enough. അപ്പൊ ഇത് കേൾക്കുമ്പോ നിങ്ങൾ പയ്യെ വിശ്വസിക്കും, ശരിയാണല്ലോ, കർത്താവിനെ വിശ്വസിക്കുന്നവൻ ഇങ്ങനെയൊക്കെയാണ്. നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആ വചനം വിട്ട് മാറിപ്പോകരുത്. സമ്പത്തുണ്ടാകുന്നത് രണ്ട് കാരണത്താലാണ്. ഒന്ന് യഹോവയുടെ ശക്തിയാലും യഹോവയുടെ അനുഗ്രഹത്താലും. Remember that blessings of the Lord and power of God. Power of God make you rich. ഇനി ശ്രദ്ധിച്ചോണേ നിങ്ങൾ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ലീഗ, ഞാൻ കാലഘട്ടം ഒന്ന് പുറകോട്ട് പോവാണ്. ഇന്നത്തെ പോലെയല്ല, 2000 വർഷം പുറകോട്ടാണ്. Let's go back 2000 years back. ഞാൻ ഇംഗ്ലണ്ടിന്റെ ചരിത്രം ഇന്നാള് പറഞ്ഞായിരുന്നു. I told you about UK history. ഞാൻ ഇവിടുന്ന് ഇംഗ്ലണ്ടിന്റെ ഒരു സ്ഥലമുണ്ട്, സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ ടൈറ്റാനിക് ലോഞ്ച് ചെയ്ത സ്ഥലമാണ് സൗത്ത് ആംപ്ടൺ. There is a place called Southampton where Titanic was launched. അത് നമുക്ക് ടൈറ്റാനിക് കപ്പൽ കേട്ടോ? എത്ര പേര് കേട്ടോ ടൈറ്റാനിക് കപ്പൽ? എല്ലാവരും കേട്ടുള്ളൂ അല്ലേ? നമുക്ക് അറിയാവുന്നതാണ് ടൈറ്റാനിക് കപ്പലിനെ പറ്റി. We know about Titanic ship. അപ്പം എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് എക്സാക്ട് പ്ലേസ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ബ്രിട്ടീഷുകാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അന്ന് ഇറങ്ങി പോവായിരുന്നു വീട്ടിൽ നിന്ന്. ഇന്നല്ല, കുറെ വർഷം മുമ്പാ. Many years back, people used to go out from homes. അവരുടെ ഇടയിൽ ഒരു അന്ത്യചുംബനം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അന്ത്യചുംബനം. They had a last kiss practice. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ അന്ത്യചുംബനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ മരിച്ച വ്യക്തിക്ക് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നതിന്റെ ഏറ്റവും അവസാനം കൊടുക്കുന്നതാണ് അന്ത്യചുംബനം. What we give last kiss is just before the burial. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ തന്നെയല്ലേ സഹോദരങ്ങളെ? നിങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ? Is it like that? അതെ അതെ. എന്നാൽ ഇവര് ജീവനോടെ ഇരിക്കുന്ന ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ കൊടുക്കുന്നതാണ് ഈ അന്ത്യചുംബനം. These people who go out of the house for gospel work,
give last kiss to the wife or the husband or the kids. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഇല്ല, എഴുത്തും ഒക്കെ അന്ന് എല്ലാം പ്രാബല്യത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നും വന്നിട്ടില്ല ശരിക്കും. Why? Because there was no letters, no emails, no phones. ഇവരൊരു പായ്ക്കപ്പൽ ഉണ്ടാക്കിയിട്ട് They will make a yacht. ഇതേ കയറിയിട്ട് ഒരു യാത്രയാണ്. They will launch out for a voyage. ഈ കപ്പൽ എവിടെ ചെന്ന് അവസാനിക്കുന്നോ അവിടെ അവർ സുവിശേഷം പറയും. Wherever the voyage ends, they will spread the gospel. ചിലപ്പോൾ ചെന്നിറങ്ങുന്ന നരഭോജികളുടെ നാട്ടിലാണെങ്കിൽ ഇവരെ പിടിച്ചു തിന്നും. Maybe they are in cannibal land. They might be eaten by them. ചിലപ്പോൾ ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് കാലാവസ്ഥ പിടിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ കൊണ്ട് അവസാനിച്ചേക്കാം. Maybe if the climate is against them, they might be destroyed there. ചിലപ്പോൾ കപ്പൽ തകർന്നേക്കാം. Maybe there is the shipwreck. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥ നിമിത്തം മരണപ്പെട്ടേക്കാം. They might die because of some reason. ഇനി ഒരു തിരിച്ചുവരവില്ല. There is no coming back. ചിലപ്പോ വന്നേക്കാം. Maybe they might come back. കാരണം ഞാൻ വീണ്ടും പറയും, ഇന്നത്തെ കാലമല്ല. മൊബൈൽ ഇല്ല, ഫോണില്ല, ലെറ്റർ ഇല്ല, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. Those days were not like today. They didn't have any communication methods. അപ്പൊ ഓർത്ത് നോക്കിയേ, ഞാൻ ഈ പറഞ്ഞത് ഏകദേശം 500-600 വർഷം പുറകോട്ടാണ് ഞാൻ ഈ പറയുന്നത്. I am talking about an era before 500 or 600 years. അപ്പൊ 2000 വർഷം പുറകോട്ട്, Before 2000 years then. പൗലോസ് ലീഗയൊക്കെ ഇതേപോലെ ഒരു പായ്ക്കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യോ, എവിടെ ചെല്ലുന്നോ അവിടെ സുവിശേഷം. Paul was traveling in such ships. ചിലപ്പോ ചിലപ്പോ ചെന്നിറങ്ങുന്ന സ്ഥലത്ത് ഭാഷ അറിയത്തില്ലായിരിക്കാം. Where they end up, they might not even know the language. ചിലപ്പോ നല്ല ഫുഡ് ഇല്ലായിരിക്കാം. Maybe they will not get good food. വചനം പറഞ്ഞവർ കാട്ടിലൂടെ യാത്ര ചെയ്യുമെന്ന് പറയുന്നുണ്ട്. The Bible said they travel through the forest. കടലിലൂടെ മാസങ്ങൾ യാത്ര ചെയ്യുമെന്ന് പറയുന്നുണ്ട്. The Bible said they travel through the sea for അപ്പൊ ഇവര് months. പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് എന്തുണ്ടായി? ഭക്ഷണത്തിന്റെ ലഭ്യത കുറവുണ്ടായി. Wherever they went, they had no enough food. അവർക്ക് നല്ല ലോഡ്ജ് കിട്ടിക്കാണത്തില്ല, നല്ല റൂം കിട്ടിക്കാണത്തില്ല. അവര് പലപ്പോഴും വഴിയിൽ കിടക്കേണ്ടി വന്നു, ഉറക്കളപ്പുണ്ടായി, ക്ഷീണമുണ്ടായി. ഇതെല്ലാം അന്നത്തെ യാത്രയിൽ അവർ അനുഭവിച്ചതാണ്. In their travels, they experienced lack of accommodation, lack of food. എന്റെ lack പ്രിയരെ, of ഇത് enough ഡോക്ട്രിൻ food. അല്ല. This is not doctrine. ഇത് ഡോക്ട്രിൻ ആണെന്ന് ചിന്തിക്കരുത് പ്രിയരെ. Don't think that it is an advice. എന്താ doctrine. ഡോക്ട്രിൻ എന്നുള്ളത്? What is doctrine? കർത്താവായ യേശു നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ ശാപത്തെ ക്രൂശിൽ വഹിച്ചു. ക്രിസ്തുവിൽ നിങ്ങൾ ബഹുസമ്പന്നൻ എന്നുള്ളതാണ് ഡോക്ട്രിൻ. Jesus took your poverty on the cross. In Jesus, you are greatly rich. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ഡോക്ട്രിൻ മനസ്സിലായില്ലെങ്കിൽ എന്തുണ്ടാവുന്ന അറിയാവോ? നമ്മൾ ആദ്യം കണ്ടല്ലോ, പ്രബോധനം ത്യജിക്കുന്നവന്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടാവും. If you do not take this correction, do not take this advice, there could be poverty. നോക്കി, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ മിക്കപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ, When I come into India, നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രെയർ കഴിയുന്ന നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ കൃപയാൽ പറ്റുന്നുണ്ട്. I start praying for all of you. ഞാൻ നമ്മുടെ ആദ്യം എറണാകുളത്ത് പ്രാർത്ഥന വെച്ച സമയത്ത്, When we had prayer in Ernakulam, എനിക്ക് വന്ന ലാസ്റ്റ് വ്യക്തി അവിടുന്ന് പോയത് ഏകദേശം 7:30 8 മണിക്കേണ്ട. the last person left at around 7:30. അപ്പൊ ഞാനും ആ സമയത്ത് ഞാനും ടോമസ് ബോറും കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ പോയി 8 മണിക്കോ 8:30 ഏതാണ്ടാണ് ഞാൻ ആ സമയത്ത് ആഹാരം കഴിക്കുന്നത്, രാവിലെ തുടങ്ങിയിട്ട് ആ ടൈം വരെ. From morning till evening, I ate only at 8 o'clock. കണ്ടോ? അപ്പൊ അതിന്റെ കാരണം അത്രയും നേരം ബിസി ആയിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നു, അപ്പൊ അത്ര എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല ആ സമയത്ത് ആഹാരം കഴിക്കാൻ. I did not have a gap to eat my food until then. കണ്ടോ? അപ്പൊ ഞാൻ പറയാം, കണ്ടോ, കർത്താവിന്റെ വേല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്. രാവിലെ പോലൊന്നും കഴിച്ചില്ലെങ്കിലും വൈകുന്നേരത്തെ ഞാൻ കഴിച്ചത്, നാളെ പോലെ നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഉപദേശിച്ചാൽ, If I start advising you that God's work is such that you will not even have time to അത് eat, ഉപദേശമല്ല. that is not advice. എന്റെ ഒരു ചിന്തയിൽ ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിച്ചോടെ. I wanted to go on and pray and finish off. അപ്പൊ എനിക്ക് ശരീരത്തിൽ ക്ഷീണവും വിശപ്പും ഉണ്ടായിട്ടും, Even though I was hungry and tired, ആ കർത്താവിന്റെ വേലയിൽ ദൈവം എന്നെ ബലപ്പെടുത്തി. കണ്ടോ?
God strengthened me in His work. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ രാവിലെ 10 മണി മുതൽ 8 മണി വരെ ഞാൻ എന്തായിരുന്നു? പട്ടിണിയിലായിരുന്നോ? Was So- I starving from morning till evening? ആണോ അല്ലയോ? നിങ്ങൾ പറ. You tell ആണോ me. ആണോ ആയിരുന്നു. ആയിരുന്നു. ആ ആയിരുന്നോണ്ടാണല്ലോ 8 മണിക്ക് ആഹാരം കഴിച്ചത്. Ah, അപ്പൊ ഞാനത് ഉപദേശമായി പഠിപ്പിക്കുവാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? 10 മണി മുതൽ 9 മണി വരെ ഇനി മുതൽ ആഹാരം കഴിക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉപദേശം പറഞ്ഞാൽ അത് വിശ്വാസമായി മാറും. If I am advising you, don't eat from morning till evening 8 o'clock. നിങ്ങൾ then പറയും, it എന്നാ പിന്നെ becomes- ബ്രദറിന് പോയി കഴിക്കാൻ മേലായിരുന്നു വെച്ചാൽ അത്രയേ ഉള്ളൂ. If you ask me, why couldn't you eat? എന്നാൽ Then ഇവിടെ that was it. അപ്പോസ്തലന്മാർക്ക് ആഹാരമില്ല അവിടെ. But the disciples didn't have food. ഇപ്പൊ നിങ്ങൾക്കറിയാം, യെരുശലേമിലാണെങ്കിൽ പൗലോസിന് അറിയാം വളവ് തിരിഞ്ഞാൽ ഒരു ചായക്കട ഉണ്ടെന്നറിയാം. Jerusalem, Paul know that in that corner there is a tea shop. യഹൂദയിലാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അങ്ങോട്ട് വളവ് തിരിഞ്ഞാൽ 2 വളവ് തിരിഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. Jehudia also, he knows that. എന്നാൽ ഈ മെക്കദോനിയയിലും കൊരിന്ത്യയിലും ബർബുല്യയിലും ഒക്കെ ചെന്നിട്ട് അവർക്ക് വഴി അറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, പൈസ ചിലപ്പം കാണത്തില്ല, ചിലപ്പോൾ കറൻസികൾക്ക് വരെ വ്യത്യാസം ഉണ്ട് അന്നത്തെ കാലത്ത്. In ഗോൾഡിന് other places like Macedonia, he didn't even know the currency. Didn't കണ്ടോ? even know the place where he can അപ്പൊ get food. ചിലയിടങ്ങളിൽ ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. Certain places had the problems of languages. ഇതുകൊണ്ടാണ് പൗലോസ് ഞങ്ങൾ അനുഭവിച്ച കഷ്ടത നിങ്ങൾ അറിയാതെ പോകരുതെന്നൊക്കെ പറയാൻ കാരണം ഇതാണ്. That is why Paul said you should be not be unaware of the things that we കേട്ടെ, experience. ഇത് ഡോക്ട്രിൻ അല്ല, This is not doctrine. ഇത് ഉപദേശമല്ല കേട്ടോ. This is not advice. അവര് കടന്നു പോയ സാഹചര്യമാണ് This is the situations that they went through. എന്നും പറഞ്ഞ് ഞാൻ അതിലെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. Doesn't mean that I should go through that. ഇപ്പൊ നിങ്ങൾ അപ്പോസ്തലന്മാര് യാത്ര ചെയ്ത യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഒക്കെ ഇപ്പൊ യാത്ര ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി അല്ലേ? ഫ്ലൈറ്റ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, എന്നാ സജ്ജീകരണം ഉള്ളത്. If you are traveling all those places where disciples went, you have so many facilities, more flights, trains, everything. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷീബ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പോയത്. I was startled when Shiva sister said something. എന്നോട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുറച്ച് മണിക്കൂർ യാത്ര ചെയ്ത് നമുക്ക് ട്രെയിനിൽ ജർമ്മനിക്ക് പോവാന്ന് പറഞ്ഞു. She told me from the place where you are standing, we can go to Germany. അപ്പൊ ഞാൻ അതിശയിച്ചു, എനിക്ക് അറിയത്തില്ലായിരുന്നു ആ കാര്യം. I never knew that. ഞാൻ ഓർത്ത് ഫ്ലൈറ്റേ പോയെങ്കിൽ മാത്രം എടുത്തുള്ളായിരുന്നു ഞാൻ വിചാരിച്ചോണ്ട്. ട്രെയിൻ അവിടം വരെ പോകാൻ പറ്റും ഞാൻ അറിഞ്ഞില്ല ഇവിടുന്ന്. I thought I should go by only flight. I didn't know that I should അപ്പൊ go by. അപ്പൊ ഷീബാസ് പറഞ്ഞു അടുത്ത പ്രാവശ്യം പോകുമ്പോ എന്നെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു. Next time she promised me to take me too. കണ്ടോ, ഇപ്പൊ അങ്ങനത്തെ ഫെസിലിറ്റികൾ വന്നു. Now we have more facilities like that. ഇപ്പൊ നമ്മുടെ ഇടയിൽ പൊതുവെ നമുക്കാണ് ഈ ആളുകൾ ഭയങ്കരമായിട്ട് മൈക്ക് സെറ്റ് വന്നിട്ടും വളരെ ലൗഡായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ അത് തെറ്റു പറയല്ലോ കേട്ടോ. Many people speak so loud with big mic sets. നമുക്ക് ചിലപ്പോൾ ആത്മാവിന്റെ സാന്നിധ്യം വന്നാൽ ചിലപ്പോൾ നമ്മൾ ലൗഡി പ്രസംഗിച്ചു തിരിക്കും. Maybe when we are controlled by the Holy Spirit, we might speak loud. എന്നാൽ മൈക്കിന്റെ കണ്ടുപിടുത്തം വന്നതിന്റെ കാരണം തന്നെ നമ്മൾ അധികം ഒച്ച എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അല്ലേ? The mic set was invented just because we don't have to shout. അപ്പൊ ഇതേപോലെ തന്നെ സാഹചര്യം മാറുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. Differences will happen with the difference in times. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും വന്നിട്ട് പറയുകയാണ് ഇതേപോലെ അപ്പോസ്തലന്മാരെ പൗലോസ് പറഞ്ഞല്ലോ മഹാദാരിദ്ര്യം ഉണ്ടായെന്നും കഷ്ടത ഉണ്ടായെന്നൊക്കെ അവിടെ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും ഇതൊക്കെ വേണ്ടേ, ബൈബിളിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, If some people come and tell you that Paul had this problem, apostles had these issues, then you should also have poverty then. അപ്പൊ നിങ്ങൾ പറയണം അവർക്ക് സംഭവിച്ചത് ആ കാലഘട്ടത്തിൽ മെക്കദോനിയ സഭയെ പറ്റി പറഞ്ഞ വാക്ക് തന്നെ കൊണ്ട് അവർ കഷ്ടത എന്ന ശോധനയിലായിരുന്നവരവര്. You should be able to tell them that that it is in that times. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ നമ്മുടെ ഇപ്പൊ കുറെ നാൾ മുമ്പ് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്ത്യയിലൊക്കെ വാർത്ത വന്നു. നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാത്തതുകൊണ്ട് അവർ ഈ മണ്ണ് കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പത്തിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അവർ ഭക്ഷിക്കുന്ന വീഡിയോ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടതാ. നടന്ന കാര്യമാണ് നോർത്ത് ഇന്ത്യയിൽ. Few days back, North Indian village kids didn't have food and they made bread with mud and they were eating that
mud. കണ്ടോ, അവിടെ പിള്ളേർക്ക് I saw that. ആഹാരമില്ലാഞ്ഞിട്ട് അവര് മണ്ണ് തിന്നുക. Because they didn't have food, the kids were eating mud. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇന്ന് ലോകത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. Even India has such places still. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് എന്താ പറയാൻ വേണ്ടി പോകുന്നു? ആ സാരമില്ല, ഇതൊക്കെയാണ് സുവിശേഷമല്ല നല്ല പറയേണ്ടത്. Are you going to tell them that, oh, it's okay, this is what gospel work? അവരിലേക്ക് നിങ്ങൾ അബ്രഹാമിനുണ്ടായ സമ്പത്തിലെ അനുഗ്രഹത്തെ അവരിലേക്ക് കൊടുക്കുന്നവരായി തീരണം. You should be the ones to give them the prosperity of Abraham. നിങ്ങൾ അവിടെ പോയിട്ട് പ്രസംഗിക്കുകയാണ്, കണ്ടോ ബൈബിളിൽ കണ്ടോ, ഇതേപോലെ നിങ്ങളെ പോലെ കുറെ ആൾക്കാർ മെക്കതോനിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോസ്തലനായ പൗലോസൊക്കെ പറഞ്ഞു നിങ്ങളെക്കാളും. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ? ആ ചുട്ടു വെച്ചേക്കുന്ന മണ്ണ് വെച്ച് നിങ്ങളെടുത്ത് എറിയത്തേ ഉള്ളവർ നിങ്ങൾ. Don't go and preach to them that Macedonia was so poor, and don't preach that. They might. കാര്യം അവര് പറയും ഞങ്ങൾക്കിപ്പോ മണ്ണപ്പം ഇത് തന്നെ വന്ന് പിന്നെയും നിങ്ങൾ പറയാനാണെങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിൽ എന്നാ വ്യത്യാസം? Why should I hear it that I should eat the mannapam? Like, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വരാത്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കേട്ട ഉപദേശങ്ങൾ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്, ദുരുപദേശങ്ങൾ. the bad advices that you heard has bound you. പൗലോസ് ലീഗ പറഞ്ഞതിന്റെ അർത്ഥം, ആ കഷ്ടത എന്താണുള്ളതും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സൗത്ത് ആംപ്ടണിലെ ഇംഗ്ലീഷുകാർ ആ കാലഘട്ടത്തിൽ നമ്മൾ പറയും, ഓ ഇംഗ്ലീഷുകാരൊക്കെ ഭയങ്കരമാണ്, കാര്യമില്ല പ്രിയരെ, അവര് സ്വന്തം ഭാര്യയെ ചിലപ്പോൾ ഇനി കാണത്തില്ല മക്കളെ. In Southampton, the white people have the last kiss because they might not see their family. ഞാനിതിങ്ങനെ ഞാൻ ആ ഒരു ദേവദാസൻ ആ സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. I can reach that place in 3-4 hours if I. ഞാനിങ്ങനെ കണ്ണടച്ച് ചിന്തിക്കുമോ, ആലോചിച്ച് നോക്കിയേ, നമുക്ക് കുഞ്ഞുങ്ങള്, ഭാര്യയുണ്ട്. ഇന്നാണെങ്കിൽ ഇന്ത്യയിലോട്ട് ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോട്ട് നമുക്ക് ഉടനെ ഫോൺ ചെയ്യാം അല്ലേ, വാട്സാപ്പ് കൊണ്ട് വീഡിയോ കോൾ വിളിക്കാം, എന്നെ കൊണ്ട് വിശേഷം കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റും. In these days I can call my family, kids, my wife by phone, even I can see them. ഒരു ബൈബിളും പിടിച്ചുകൊണ്ട് ഈ പായ്ക്കപ്പലിലോട്ട് കേറുന്ന ഈ മനുഷ്യൻ പിന്നെ ജീവനോടെ ഉണ്ടോന്ന് പോലും ഭാര്യയ്ക്കും മക്കൾക്കും അറിയത്തില്ല. In those days, the Titanic place, they couldn't even know whether they will be living with the Bible. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സുവിശേഷം നമ്മളിലേക്ക് എത്തിയത്. This is how the gospel was spread across. അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ ചെന്നപ്പോ അവർക്കുണ്ടായ ക്രൈസസുകൾ അവർ വെളിപ്പെടുത്തി. ഞങ്ങൾക്ക് അവിടെ മഹാകട്ടതയുണ്ടായി, ദാരിദ്ര്യമുണ്ടായി, അവിടെ ഞങ്ങൾക്ക് ഉറക്കളപ്പുണ്ടായി. നമുക്കറിയാം നമുക്ക് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പം ഇന്ത്യ വരുമ്പോ ഇവിടുത്തെ സമയങ്ങൾ 6-7 മണിക്കൂർ വ്യത്യാസമുള്ളതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ എണീറ്റിരിക്കും. ഇതാണ് കുഴപ്പം. When you sleep, I'll be get up, and when I sleep, you will get up. അപ്പൊ ഈ ടൈമിന്റെ ഒക്കെ അവർക്ക് അങ്ങോട്ട് കൊണ്ട് ഓരോ രാജ്യത്ത് കയറുമ്പോൾ ശാരീരികമായിട്ട് സമയവ്യത്യാസങ്ങളുണ്ടാവും. Those people who gospel workers had different timings. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങൾ അതെടുത്ത് പറയും, ഇതാണ് എന്റെ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞ കട്ടത എന്ന് പറയരുത് പ്രിയരേ. അത് വേറെ, ഇത് വേറെ. That is why Paul said about all these mishaps, and don't tell them that generally they had all the sufferings. അപ്പൊ ഇവിടെ പ്രബോധനം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ദാരിദ്ര്യം വരും. If the instruction is not correct, you might get poverty. നോക്കിക്കേ, അപ്പൊ എങ്ങനെയാണ് അതിന്റെ 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വായുടെ ഫലത്താൽ. നോക്കിയേ, വായുടെ ഫലത്താൽ, ഞാൻ ആ വാക്ക് നോക്കി, വായുടെ ഫലത്താൽ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അതരം പിളർക്കുന്നവനോ നാശം ഭവിക്കുന്ന പറഞ്ഞത്. നോക്കി, സദൃശവാക്യം 13:2. Shall eat good by the fruit of his mouth, the soul of the transgressor shall eat violence. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, ഒന്ന് പ്രബോധനം നന്നായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് ചുമ്മാ ആരെയൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും പോയി കൈ അടിച്ച് ആമേൻ പറഞ്ഞോണ്ടിരിക്കരുത്. അവിടെ പോയി don't say amen to all the teachings. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മുടെ ഇടകളിൽ ദാരിദ്ര്യത്തിൽ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ പോയിട്ട് നിങ്ങൾ പിന്നെയും ദാരിദ്ര്യം പ്രസംഗിക്കാൻ വേണ്ടിയല്ല, അവൻ എങ്ങനെയാണ് അവന് ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റുന്നത്. If somebody is going through poverty, don't go and tell them about the poverty in Christian life. പണ്ട് ഞങ്ങൾ മുണ്ടക്കയത്ത് ഇങ്ങനെ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് പോയ സമയത്ത് ഒരു വീട്ടില്, when we went to Mundakayam in a place where, അപ്പോൾ അടുത്തൊരു ആന്റി ഇങ്ങനെ ഒരു ഞങ്ങൾ വീട്ടിൽ വിസിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ കൂടെ 2 സഹോദരന്മാരുണ്ട്. 2-3 brothers were there with me.
അപ്പൊ അവിടുത്തെ ആന്റി പറഞ്ഞു, ബ്രദർ എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലഡ് ഷുഗർ ഹൈ ആണ്, ഡയബറ്റിക് ഹൈ ആണെന്ന് എന്നോട് പറഞ്ഞു. The auntie of that house told me that blood sugar is very high. അപ്പൊ ഞങ്ങൾ ഉടനെ ആ സഹോദരിക്ക് വേണ്ടി പറഞ്ഞു, സഹോദരി, കർത്താവ് നിങ്ങളുടെ ഡയബറ്റിക് ക്രൂശിൽ വഹിച്ചതാണ്, കർത്താവിന്റെ മുറിവിനാൽ പൂർണ്ണമാക്കി സൗഖ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. We said Jesus bore it on the cross, so you will be completely healed. അപ്പൊ ഉടനെ ഞങ്ങൾ പോകാൻ നേരത്ത് എല്ലാ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, ഒരു കാര്യം ചെയ്താൽ മതി, ഈ ചിരട്ട വെള്ളം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് താന്നു എന്ന് പറഞ്ഞു. When one of our brothers, when we were leaving that house, told, if you pray and it didn't go, you can just boil a coconut shell and drink that water. എനിക്കറിയത്തില്ല ചിരട്ട വെള്ളം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ ഇത് താന്നു പോകുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ അപ്പോൾ ഒന്നാലും ഒരു വചനം ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ഇതെല്ലാം അത് നമ്മളൊരു ഡോക്ടറിൻ പഠിപ്പിക്കുകയാണ്. ആ വ്യക്തിയോട് നിങ്ങൾ പോയിട്ട് പറയുമോ, എൻ്റെ സഹോദരി, എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, നിങ്ങൾക്കും ഡയബറ്റിക്, ആ സാരമില്ല, ഇങ്ങനെ പറയാൻ വേണ്ടി അല്ല പ്രിയരെ നമ്മൾ വിളിച്ചിരിക്കുന്നത്. എങ്ങനെ അവന് സൗഖ്യമാക്കാൻ പറ്റും, എങ്ങനെ ആ വ്യക്തിയെ രക്ഷിക്കാൻ കഴിയും, ഇതാണ് നിങ്ങളുടെ അകത്ത് ഈ ഹൃദയത്തിന്റെ അകത്ത് ഈ വാഞ്ച വരണം. When we think about a problem, when we see somebody in a problem, we should be able to think how we can get him out of that problem. നമ്മളിപ്പോഴും ചിരട്ടവെള്ളം തിളപ്പിക്കാൻ പോകുന്നതിന്റെ കാരണം നമ്മുടെ അകത്ത് ഇപ്പോഴും ആ ഡോക്ടറിൻ ലോക്കായി കിടക്കുവാണ്. Why we are going to boil coconut shell water is because still that instruction is inside കാര്യം of ഇപ്പോഴും us. യേശു വിടുവിക്കുമോ എന്നുള്ളൊരു ബോധ്യം വന്നിട്ടില്ല. Still you are not sure whether Jesus will deliver you. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രബോധനങ്ങൾ, റോങ് ആയിട്ടുള്ള ഡോക്ടറിനുകൾ നിങ്ങളിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. Because wrong teachings are locked inside of you. നിങ്ങൾ ആ വാക്ക് കണ്ടോണേ. നമ്മൾ ആദ്യം വായിച്ചു, പലപ്പോഴും ഞാൻ പറയും ഷോർട്ട് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോങ് ലൈഫാണ് നമ്മുടെ പ്രോമിസ്. Long life is the promise of the Lord. ഈ വാക്ക് കൊണ്ടോ, വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. Those who keep his tongue will keep his soul. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യമുണ്ടാകും. Those who despise the instructions will have poverty. അതിന്റെ ഒരു വാക്ക്, ഈ വാക്ക് കൊണ്ട് നിങ്ങൾ സദൃശവാക്യം, തന്റെ വായുടെ ഫലത്താൽ മനുഷ്യന് നന്മ വരുന്നു. 2-ാം വാക്യം Out of his good things he will have good. കണ്ടോ, അതിന്റെ അർത്ഥം നിങ്ങളുടെ നാവിലൂടെയാണ് ഈ ബ്ലെസ്സിങ് എല്ലാം വരുന്നത്. Everything happened through your mouth. എന്റെ കൂടെ പറഞ്ഞാട്ടെ, പ്രബോധനം കറക്റ്റ് ആയിട്ട് വാ കൊണ്ട് പറഞ്ഞാൽ നന്മ വരുമെന്ന് പറ. നിങ്ങളുടെ തലയ്ക്കകത്ത് ഈ പലരും പറഞ്ഞു, ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ഇന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കടം മേടിച്ച് കർത്താവിന്റെ വേല ചെയ്യത്തില്ല. I had decided that I will not do the work of the Lord by borrowing. നോക്കിക്കേ, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സമ്പത്ത് കൊണ്ടാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. We should do ministry by God's prosperity. ആമേൻ. God's wealth. അപ്പൊ പിന്നെ എന്തിനാ ബ്രദറെ ഞങ്ങളോട് വിതയ്ക്കാൻ പറഞ്ഞത് കർത്താവിന്റെ വേലയിൽ? Then why are you asking to sow? അത് വിതയ്ക്കാൻ പറയുന്നത് നിങ്ങളുടെ പൈസ അല്ലത്. Why I am asking you to sow is because സദൃശവാക്യത്തിൽ പറയുന്നു, കർത്താവേ ഞങ്ങൾ എന്തുള്ളൂ, അങ്ങ് തന്നതല്ലാതെ ഞങ്ങൾക്ക് എന്തുള്ളൂ. the proverb says that other than what you gave us, what do we have, Lord? ഞങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് തരുന്നതാണ് ദശാംശമെന്ന് സദൃശവാക്യങ്ങളിൽ പറയുന്നു. ദിനവൃത്താന്തത്തിൽ പറയുന്നു. ദിനവൃത്താന്തം എന്ന് പറഞ്ഞ Chronicles say what we get from you, we are tithing back to you. അപ്പൊ പ്രിയരെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്നുണ്ടെങ്കിൽ അത് സന്തോഷിക്കരുത്. ചിലർ പറയും, ദാരിദ്ര്യം, ഞാൻ മണ്ടപ്പോ ഒരു ബ്രദർ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും പറയും, കർത്താവ് ഇനി എന്നെ തകർത്ത് ദരിദ്രനാക്കണം. Some people pray that Lord destroy me to make me poor. ഞാൻ പറയും, സഹോദര വല്ലോ മാനസിക വല്ലോ കുഴപ്പമുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട് പുള്ളിയോട്. Are you mad? I'll ask. കാര്യം അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ദാരിദ്രനായി തകർന്നെങ്കിലേ എളിമയുണ്ടാകത്തുള്ളൂ, എന്നെങ്കിലേ തമ്പുരാൻ താഴ്മയുള്ളവനെ ദൈവം ഉയർത്തത്തുള്ളൂ എന്ന് വചനത്തിൽ വാക്യമുണ്ടല്ലോ. He says, the word says that he raises up the humble. അപ്പൊ ഇതേപോലെയുള്ള ദുരുപദേശങ്ങൾ ആളുകളെ തലയ്ക്കകത്ത് ഇറക്കും. ഞാൻ പറഞ്ഞു, വളരെ സിമ്പിൾ ആണ്. It is very simple. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച സമയത്ത്, When God
blessed Abraham. ഒരു സ്ഥലത്ത് പോലും അബ്രഹാം പറഞ്ഞില്ല കർത്താവെ അങ്ങനെ ദരിദ്രനാക്കിയിട്ട് സമ്പന്നനാക്കാൻ പറഞ്ഞില്ല. Never once Abraham said, make me poor first, then. അബ്രഹാമിന് ഒരു ബോധ്യമുണ്ട്, യഹോവയുടെ അനുഗ്രഹത്താലാ സമ്പത്ത് ഉണ്ടാകുന്നു. ഇത്രയും മതി. Abraham knew that by God's ability I am rich. എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല പ്രിയരെ, ദൈവത്തിന്റെ അനുഗ്രഹത്താലാണ് ഇത് ഉണ്ടാകുന്നത്. കണ്ടോ, It's not my ability, it's God's blessings. നിങ്ങളെ വാക്കുകൊണ്ട്, രണ്ടാം വാക്കുകൊണ്ട്, പൊന്ന് വെള്ളി എന്നീ വകയിൽ അബ്രഹാം സമ്പന്നനായി തീർന്നു. He was rich in gold and silver. അപ്പൊ ദൈവം നമുക്ക് പൊന്നും തരും, വെള്ളിയും തരും, ഇതെല്ലാം ദൈവം തരുന്നതാണ്. God make us rich in gold and silver. ഇതൊന്നും വേണ്ടെന്ന് പറയരുത് പ്രിയരെ. Don't say I don't want it. അടുത്ത വാക്ക് കേട്ടോ, യഹോവയെ ആരാധിക്കാൻ തുടങ്ങിയവര്. കണ്ടോ, Abraham started worshipping the Lord. യഹോവയെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞു നമുക്ക് വളരെ സമ്പത്തുണ്ടായതുകൊണ്ട് ഒന്നിച്ച് പാർക്കാൻ പോലും പറ്റുന്നില്ല. When in the 5th verse, it's Genesis 13:5 says, ഒന്ന് "He did കേട്ടെ, not have enough നിങ്ങൾക്ക് space." ദൈവത്തിൽ നിന്നുള്ള കറക്റ്റ് പ്രബോധനത്തിന്റെ അകത്തിരുന്നുകൊണ്ട് ഒരാൾ ആരാധിക്കാൻ തുടങ്ങിയാൽ സമ്പത്തുണ്ടാവും. If you are in a correct teaching and worshipping the Lord, you will have blessings. നമ്മൾ പലപ്പോഴും ആരാധിക്കുന്നുണ്ട്, പക്ഷെ അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ വിഷയം നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഇന്നത്തെ വിഷയം ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ്. Many times we many times we worship. പലരും പറയും, ഞാൻ ബ്രദറെ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു, വിദേശത്തും സ്വദേശത്തും ഒക്കെ, ഒരു 10 രൂപ പോലും എന്റെ ബാലൻസ് ഇല്ല. I've been working for ages, still brother I don't have a bank balance. എന്റെ പ്രിയരെ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല. Make sure that God's blessing is not working in you. കാര്യം ബൈബിൾ പറഞ്ഞ സമ്പത്ത് ഉണ്ടാക്കുവാൻ ദൈവം ശക്തി തരുന്നു. God give you the ability to produce wealth. 2, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. Blessings of the Lord make you rich. 3, പ്രബോധനം തെറ്റാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും, പ്രബോധനം കറക്റ്റ് ആണെങ്കിൽ സമ്പത്ത് ഉണ്ടാകും. If the instruction you receive is correct, then you will be prosperous. അടുത്ത വാക്യത്തിൽ നമ്മൾ കേട്ടു, അടുത്ത വാക്യത്തിൽ നമ്മളെ വാക്യം ദീർഘായുസിനെ പറ്റി പറഞ്ഞ വാക്ക് ഏതായിരുന്നു? ലോങ് ലൈഫിനെ പറ്റി പറഞ്ഞ വാക്ക് ഏതായിരുന്നു? 27 അല്ലേ? 13:18. 13:18. 13:18 അതാണോ? 27 നോക്കി, യഹോവ ഭക്തി 27 ആണോ? യഹോവ ഭക്തി ആയുസ്സിനെ കൂട്ടും. 10:27 ആണ്. The fear of the Lord prolong our days. അപ്പൊ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പറയാം, എന്റെ ബ്രദറെ എനിക്ക് മരിച്ചാ മതി രോഗം കാരണം, ദൈവത്തിൽ നല്ല കേട്ടോ പ്രിയരെ, ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരിക്കും. അയ്യോ ബ്രദറെ എന്റെ രോഗമാണ്, ക്യാൻസർ ആണ്, ട്യൂമർ ആണ്, പ്രഷറാണ്, ഡയബറ്റിക് ആണ്, എന്നാലും ഞാൻ ദൈവത്തെ ആരാധിക്കാം. ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? രോഗവുമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുരുപദേശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. If somebody has taught you to worship the Lord with your sickness, that is a wrong advice. പിന്നെ എങ്ങനെ ഇരിക്കേണ്ടത്? Then how you should be? കർത്താവായ യേശുക്രിസ്തു എന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു, കർത്താവായ യേശുവിന്റെ അടിപ്പിൽ എനിക്ക് സൗഖ്യവും വന്നിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ രോഗവുമായിട്ടല്ല ഇരിക്കേണ്ടത്, ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. I should worship the Lord with all strength because Jesus took it all on the cross. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോയി ഇരുന്ന് കേൾക്കുന്നതാണ് നിങ്ങളുടെ അകത്ത് മൊത്തവും കയറി കിടക്കുന്നത്. Whatever you hear in the church, that is what inside. നിങ്ങൾ ഇന്ന് കൈയടിച്ച് സ്തോത്രം പറയുമ്പോൾ നിങ്ങളിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ രോഗവും ദാരിദ്ര്യവും പ്രതിസന്ധി എല്ലാം. Don't clap and say amen to all this poverty and sickness ആ and stuff. യോസേഫ് ഓടിയതുപോലെ, പൊത്തിഫറിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതുപോലെ ഇറങ്ങി ഓടുക. Like like Joseph ran of Potiphar's family, you should also run away. എന്നിട്ട് നിങ്ങളുടെ നാവിനെ സെറ്റ് ചെയ്യുക. Set your tongue. നിങ്ങൾ ചിന്തിക്കുക, അനേകരുടെ ദാരിദ്ര്യം മാറ്റുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. God has called me to remove the poverty of many. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊരു ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞൊരു സാക്ഷ്യമാണ്, ഞാനത് റിപ്പീറ്റ് ചെയ്യണ്ട, ഞാനിത് പറഞ്ഞു വിടുക. ഞാൻ നാൾ പറഞ്ഞല്ലോ, ഞാൻ കോട്ടയത്ത് ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഭർത്താവും ഭാര്യയും 2 മക്കളും ട്രെയിന് തലവെച്ച് മരിക്കാൻ വേണ്ടി വൈകുന്നേരം തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഭവനത്തിൽ അവിടുത്തെ ഇളയാക്ക് വേണ്ടി ആ മാതാവ് എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം ഞങ്ങൾ വരുന്ന വിവരം അറിയുന്നത് ഏകദേശം വരുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഈ മൂത്തയാൾ അറിയുന്നത്. പുള്ളി വിഷയം അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഇത്രയും വലിയ പ്രശ്നമുണ്ടെന്ന് അറിയാം, പക്ഷെ മരിക്കാൻ പോവാന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. വൈകിട്ട്
പെട്ടെന്ന് ഞാൻ ചില സമയത്ത് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഇളയയാളുടെ പേരല്ല പ്രാർത്ഥിക്കേണ്ടത്, മൂത്തവൻ എടുക്ക പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയാ, നീ മരിക്കത്തില്ല, നീ കർത്താവിന്റെ സാക്ഷിയാകുന്നു. ഇയാൾ പൊട്ടിക്കരയുക. എന്ന് പറഞ്ഞ, ബ്രദറെ, ഇന്ന് ഞങ്ങൾ ആത്മഹത്യ കടം കയറി നശിച്ചിരിക്കുക, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക. അപ്പൊ എന്റെ ചോദ്യം, എന്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ ഒരു പൈസ പോലുമില്ല, പിന്നെ എന്തുറപ്പില്ല നിങ്ങൾ മരിക്കത്തില്ല, കർത്താവ് സഹായിക്കുമെന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ബ്രദർ അല്ല അവിടെ കൊടുക്കുന്നത്, പകരം ബ്രദർ പറഞ്ഞു കൊടുക്കുകയാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ ദാരിദ്ര്യമല്ല സമ്പത്തുണ്ടാവും. അപ്പൊ ഈ ഡോക്ടറിൻ ഞാൻ പറഞ്ഞു കൊടുക്കാതെ പ്രാർത്ഥിച്ചോ ഇപ്പൊ കിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പ്രിയരെ. ഈ ഡോക്ട്രിനാണ്. അതുകൊണ്ട് ഞങ്ങൾ വാക്കുകൊണ്ടോ, ആ ഡോക്ട്രിൻ കറക്റ്റ് അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുമെങ്കിൽ, ഡോക്ട്രിൻ കറക്റ്റ് ആണെങ്കിൽ സമ്പത്തുണ്ടാകും. ഇത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ കേട്ടതാണ് നിങ്ങളിൽ ഉണ്ടാകുന്നത്. Don't forget that if you obey the instructions, if you will get prosperity. If you deny the instruction, you will have poverty. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ വിഷയം. We are speaking about financial breakthrough. എനിക്കറിയാം, ഇത് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. This is the first step. ഒന്നാമത്തെ സ്റ്റെപ്പ് മറന്നു പോകരുത്, ഡോക്ട്രിൻ കറക്റ്റ് ആയിരിക്കണം. The first step is doctrine. 2, നമ്മുടെ ആധാരം അഥവാ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? നാളെ വാക്കുകൊണ്ടോ സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കാൻ ഇടയായി തീർന്നു. നാവിന്റെ ഫലത്താൽ മനുഷ്യന്റെ സമ്പത്ത് ഉണ്ടാവുന്നു, അല്ലെ? തന്റെ ഭായിയുടെ ഫലത്താൽ മനുഷ്യന്റെ നന്മയുണ്ടാകും. കണ്ടോ? അപ്പൊ എങ്ങനെ നാവ് കൊണ്ട് പറയണം? You have to speak with your tongue. ഒന്ന്, ഡോക്ട്രിൻ കറക്റ്റ് ആയിരിക്കണം. Your doctrine should be correct. 2, നാവ് കൊണ്ട് പറയണം. Your tongue should be correct. ഇനി എങ്ങനെ പറയണം എന്നുള്ളത് നമുക്ക് നാളെ ചിന്തിക്കാം, സമയപരിമിതിയുണ്ട്. We'll think about how to do it tomorrow. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? Yes. Yeah. Do you want to hear it? ഉണ്ട്. അപ്പൊ കേട്ടെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാനത് പറഞ്ഞ അവസാനിക്കും. ഞാൻ ഒരു സമയത്ത് ഞാൻ സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റിലെ കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത സാക്ഷ്യം ഇതിന്റെ കൂടെ ഇതെല്ലാം വരും. അബ്രഹാമിന് നമ്മൾ അനുഗ്രഹം പറയുമ്പോൾ അബ്രഹാം വരുന്നത് പോലെ ചില കാര്യം തന്നെ വരും. ഒരു സമയത്ത് നമ്മൾ കോട്ടയത്ത് പ്രാർത്ഥന വെച്ച സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ ഒരു CSL ഒരു അച്ഛന്റെ ഓഡിറ്റോറിയം, ഒരു ഹോളായിരുന്നത്. ആ ഹോള് പോയി ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ വാക്ക് പറഞ്ഞത്, ഒരാഴ്ചയിൽ 2017 18 വേണ്ട, ഒരാഴ്ചയിൽ 200 130 വേണ്ടായിരുന്നു അതിന് റെന്റ്. 200 130 വേണ്ട റെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഹോളിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രയും റെന്റ് ഈ കാലഘട്ടത്തിൽ ആ സമയങ്ങളിൽ കിട്ടണമെങ്കിൽ അത് മുഴുവനായിട്ടും എന്താ പറയുക, മേൽക്കൂരയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അകത്ത് പഴയ ഒരു ട്യൂഷൻ സെന്റർ ആയിരുന്നു, അതിന്റെ ബെഞ്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇഷ്ടംപോലെ പ്രാവ് അതിൻ്റെ അകത്തുണ്ട്. അത് മുഴുവൻ കാഷ്ടിച്ച് അതിട്ടിങ്ങനെ കല്ല് പോലെ ഇരിക്കും അതിന്റെ കാഷ്ടം മൊത്തവും ആ ബെഞ്ചിൽ. എങ്കിലും ദൈവമക്കൾ അതേ വന്ന് എത്ര വരച്ചാലും പോകത്തില്ല, പക്ഷെ അവരത് സഹിച്ചു വന്നിരുന്നു കേട്ടോ. അപ്പൊ എന്റെ വലിയ സങ്കടമായിരുന്നു. അന്ന് ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത്. ഒന്ന് നോക്കിക്കേ, 130 രൂപയുടെ ഹോളിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് പറയുക, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. പക്ഷെ ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരുന്നു. ഞാനത് ശ്രദ്ധിച്ചേ ഇല്ല. കാര്യം സാഹചര്യം നമ്മൾ അന്നൊന്നും നോക്കാറില്ലല്ലോ. അത് വിശ്വസിച്ചു പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് നടന്ന ട്രിവാൻഡ്രത്തെ ഹോള്, പ്രിയരെ, അവിടെ ബുക്ക് ചെയ്ത ആൾക്കാരെ എത്രയായിരുന്നു എൻ്റെ റെന്റ് പറഞ്ഞത്? എത്രയായിരുന്നു എൻ്റെ ലാസ്റ്റ് നമ്മൾ റെന്റ് കൊടുത്ത്? ട്രിവാൻഡ്രംകാരെന്ന് ഓർക്കുന്നുണ്ടോ? എന്ത് സിസ്റ്റർ എന്ത് പോയോ? ട്രിവാൻഡ്രത്തെ നമ്മുടെ എത്രയായിരുന്നു ലാസ്റ്റ് റെന്റ്? ആ ജാസ്റ്റ് എന്ന് പറഞ്ഞ എത്രയായിരുന്നു? വായിച്ചേ, കമന്റിൽ ഒന്ന് വായിച്ചേ. എത്ര? 57,000 രൂപയായിരുന്നു ആ ഹോളിന്റെ റെന്റ്. 500 പേരുടെ ഹോളിന്റെ റെന്റ് 57,000. എന്റെ കൂടെ പറഞ്ഞ 57,000 എന്ന് പറ. 57,000. കണ്ടോ? കേട്ടെ. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയത് എവിടുന്ന? 130 രൂപയുടെ ഹോളിൽ ആരംഭിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്തെ പ്രസംഗിക്കാൻ തുടങ്ങി. നോക്കിക്കേ, ഇന്ന് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത് നാളെ മൂലം ആ ബ്രദറിന് നാളെ മൂലം പിരിവ് കൊടുത്തേക്കാം എന്ന ചിന്തയല്ല ഞാൻ ഈ പറയുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. മനസ്സിലായി? സമ്പത്തുണ്ടാകുമ്പം വിശാലത ഉണ്ടാകും. കണ്ടോ?
വിശാലത ഉണ്ടാകും. പണ്ടത്തെ പോലെ പ്രാവ് കാഷ്ടിച്ച സീറ്റയിൽ ഇരുന്നു കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുവാൻ അന്നെനിക്ക് വേണേ പറയൂ, കർത്താവ് എനിക്ക് കട്ടത തന്നു, ഇതാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ പറഞ്ഞില്ല. എന്താ പറയുന്നത്, പ്രാവ് കാഷ്ടിച്ച് കല്ല് പോലിരിക്കുന്ന അതിന്റെ കാഷ്ടം ഒരച്ചാലും പോകാത്ത കാഷ്ടത്തിൽ ഇരുന്നുകൊണ്ടും പറഞ്ഞില്ല, ഇതാ പ്രിയരെ ക്രിസ്തീയ ജീവിതം. ഞാൻ പറഞ്ഞില്ല. അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും, നമ്മുടെ അവസ്ഥയൊക്കെ മാറും, ഉയർച്ച തന്നെ പ്രാപിക്കും, നമ്മൾ താഴ്ച പ്രാപിക്കത്തില്ല, നമ്മൾ വാലല്ല തലയത്രേ. ഈ സീസൺ മാറും. കണ്ടോ, എന്റെ പ്രിയരെ വിട്ടുകൊടുത്തില്ല. പ്രബോധനം മുറുകെ പിടിച്ചു. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഇനി വരാൻ പോകുന്നത് എന്നാ പറയുക, നമ്മുടെ ഇന്റർനാഷണൽ മീറ്റിങ്ങുകൾ വേറെ കിടക്കുക. ബ്രദറിന്റെ അകത്തുനിന്ന് ഒന്നും കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ബ്രദറിന്റെ വീട്ടിൽ നല്ല ഇത് കൊടുക്കുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. നമ്മൾ ഇതേപോലെ 4 മീറ്റിംഗ്, എത്ര മീറ്റിംഗ് നമ്മൾ മൊത്തം നടത്തി കഴിഞ്ഞ പ്രാവശ്യം? ട്രിവാൻഡ്രത്ത് നടത്തി, കണ്ണൂർ നടത്തി, പിന്നെ എവിടെയായിരുന്നു? How many outreaches we made? എവിടെ നടത്തി? കണ്ണൂരും കണ്ടോ? ഇതിന്റെ അകത്ത് അവിടെയുള്ള സഹോദരങ്ങൾക്ക് അറിയാം. നിങ്ങൾ പോയി തിരക്കിയാൽ മതി. നിങ്ങൾ കൊല്ലത്തുള്ളവരും കോട്ടയത്തുള്ളവരും കണ്ണൂരുള്ളവരും ഒക്കെ പോയി തിരക്കിയാൽ മതി. അതിനൊക്കെ എത്രയാ റെന്റെന്ന് കണ്ടോ? അതിന്റെയൊക്കെ റെന്റ് ട്രാൻസ്ലേറ്റിൽ കുഴപ്പമില്ല. നമ്മളത് കൺക്ലൂഷൻ വന്നോണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ ഇരുന്നുകൊണ്ട് ഇത് പറയുമ്പോ ബ്രദറിന് ഇപ്പൊ എന്നെ കുഴപ്പം UK ഇരുന്നുകൊണ്ട് എന്നും വിളിച്ചു പറയല്ലോ എന്നല്ല പ്രിയരെ. എന്റെ പ്രിയരെ, തുടങ്ങിയതാ ഞാൻ ഈ പറയുന്നത്. അന്നും പറഞ്ഞു കർത്താവേ അടുത്ത സീസൺ, അതായത് അന്നും നോക്കുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന സമ്പത്തിനെ തന്നെ നോക്കി. സമ്പത്ത് കൂടിയ ബ്രദർ വഴിതെറ്റിപ്പോ. എന്റെ പ്രിയരെ, ഞാൻ പറഞ്ഞില്ലേ, സമ്പത്ത് എന്നുള്ളത് എന്റെ അവകാശമാണ്, ദാരിദ്ര്യമല്ല എന്റെ അവകാശം. നീ വായ്പ മേടിക്കത്തില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ വായ്പ മേടിക്കുന്നതല്ല എന്റെ അവകാശം. എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിക്കുന്ന പൈസ ഹോസ്പിറ്റലിൽ പോകുമെന്നല്ല അതിന്റെ അർത്ഥം. കണ്ടോ, എന്റെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന് ബൈബിൾ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ കുടുംബത്തിൽ ബ്ലേഡുകാരൻ വന്ന് എന്നെ കൊല്ലാൻ പിടിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. എന്റെ പ്രിയരെ, വാക്തത്വങ്ങളെ അവകാശമാക്കുവാൻ ആദരങ്ങളെ ചലിപ്പിക്കണം. ദുരുപദേശം കേട്ടുപോയി കൈയടിക്കാൻ നിൽക്കരുത് പ്രിയരെ. അവിടെ നിന്ന് ഇറങ്ങി ഓടുക. അതും ഇതൊക്കെ പറയുമ്പോൾ ചാടിക്കേറി കൈയടിച്ച് അവിടെ നിന്നുണ്ട് ആമയം പറയുമ്പോൾ കൂടെ കയറിപ്പോരും ആ പിശാച്. ദാരിദ്ര്യത്തിന്റെ പിശാചുക്കളുണ്ട്, അറിയാവോ? എത്രയോ കുടുംബത്തിന്റെ അകത്ത് ഈ കർത്താവിന്റെ നാമത്തിൽ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? ദാരിദ്ര്യം വിതയ്ക്കുന്ന പൈശാചിക ദുരാത്മാക്കൾ ഇളകിപ്പോകുന്നത് എത്രയോ ഭവനങ്ങളിൽ കയറി കൂട്ടുണ്ടെന്ന് അറിയാവോ? ഫിനാൻസിനെ കെട്ടി ബന്ധിച്ചിട്ടേക്കുന്ന പൈശാചിക ശക്തികൾ ഇളകി ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതെങ്ങനെയാ കയറിക്കൂടിയത് വിശ്വാസികളുടെ വീട്ടില്, വിശ്വാസിയുടെ ഭവനങ്ങളിൽ എങ്ങനെ ഇത് വന്നു? ഡോക്ട്രിനുകളാണ്, ദുരുപദേശങ്ങളിലൂടെ ഇത് പ്രവേശിക്കും. ഇത് അവിടെ ഇരുന്നുകൊണ്ട് അറത്ത് മോട്ടിച്ചും. ഇത് പലർക്കും ഇത് അറിയത്തില്ല. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് കൈയടിച്ച് രാമയം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല പ്രിയരെ, നിങ്ങളെ കൂടെ പോരുവാണത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചോണം. നിങ്ങളെ വാക്ക് കൊണ്ടോ, നിങ്ങൾ എടുത്ത വാക്യത്തെ മറന്നു പോകരുത്. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകും, ലജ്ജ വരും. കണ്ടോ? അപ്പൊ ഈ പ്രബോധനത്തിന്റെ അകത്ത് തിരിക്കുന്നത് കറക്റ്റ് വചനം കിട്ടുന്നില്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോസസ് ബ്രേക്ക് ത്രൂ ഉണ്ടാകത്തില്ല. ചിലർ പറയത്തില്ലേ, ആണ്ട് കളിയാക്കുന്ന കേട്ടോ, 1 വെച്ചാൽ 2 കിട്ടും, 3 നമ്മളെ സ്വോത്രകാഴ്ച വെച്ച് പറയുന്നത്. ഞാൻ പലപ്പോഴും വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന് പറയും. കണ്ടോ ബ്രദർ പറയുക 100 വെച്ചാൽ 1000 കിട്ടും. കണ്ടോ, ഉടനെ പറയും അത് മറ്റേ മുച്ചിട്ടുള്ളിക്കാരെ പോലെ എന്ത് ചെയ്യുക, 1 വെച്ചാൽ 2 കിട്ടുന്നുള്ള ഉപദേശം. എന്റെ പ്രിയരെ, പിശാചാ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല, ദൈവം പറയുന്നുണ്ട്. വിതയ്ക്കുന്നവൻ കൊയ്യും. അതിന്റെ അർത്ഥം എന്തുവാ? വിതയ്ക്കുന്നവൻ കൊയ്യുമെന്നും അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ കൊടുത്താൽ അത് കൊയ്യുമെന്നല്ല അതിന്റെ അർത്ഥം. അപ്പം ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാന്ന് വിചാരിച്ചു അവിടെ നിന്ന് ശരിയാണല്ലോ ഈ ബ്രദർമാരെല്ലാം. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഒരു ബ്രദറിന്റെയിലും എന്റെ അറിവ് ഒരു കണക്കുമില്ല, ഒരറിവും. ഞാൻ ഇന്നും പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വിതച്ചു കഴിഞ്ഞാൽ പുഷ്പാസ് ഇത്രയും വിതച്ചു, തോമസ് പോർ ഇത്രയും വിതച്ചു, ഇന്നയാൾ ഇത്രയും വിതച്ചു, ഇന്നയാൾ ഇത്രയും വിതച്ചു, എൻ്റെ ഒരു കണക്കുമില്ല. ഇതൊക്കെ കർത്താവിന്റെ ഇല്ല. ഇത് നിങ്ങൾ വിതയ്ക്കുന്നതും നിങ്ങളെ തരുന്നതും എല്ലാം ദൈവം. അതുകൊണ്ടാണ് സദൃശ ദിനവൃത്താന്തക്കാരൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് മേടിച്ചു അങ്ങക്ക് തരുക. ഇത് തന്നതും ദൈവം, കൊടുക്കുന്നതും ദൈവത്തിനാ. ഇതിന്റെ ഇടയിൽ എന്തെല്ലാം വന്നാലും എന്റെ വിഷയമല്ല.
ഇതിലൊക്കെ എന്തെല്ലാം വന്നാലും എന്റെ വിഷയമല്ല. എന്റെ വിഷയം ഒന്നേ ഉള്ളൂ, വാക്തത്വം എന്റെ അവകാശമാണ്. അപ്പൊ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോകണം. ഇത് മറന്നു പോരുത്. ദാരിദ്ര്യം എനിക്കുള്ളതല്ല. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, മിറക്കിൾ മണികൾ, ഇതൊക്കെ നമ്മളിലേക്ക് എങ്ങനെ ഉണ്ടാകും? എങ്ങനെയാണ് നമുക്ക് അതിലേക്ക്? അപ്പോൾ ഇത് നാളെ ഞാൻ ചോദിക്കും. ഒന്നാമത്തത് ഡോക്ട്രിൻ അഥവാ ഉപദേശം കറക്റ്റ് ആയിരിക്കണം. 2, അബ്രഹാം ദൈവത്തെ ആരാധിച്ചു, അവന് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം സമ്പത്തുണ്ടാക്കി. 3-മത്തത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? സദൃശ്യവാക്യത്തിന്റെ അകത്ത് 13-ാം അധ്യായത്തിന്റെ അകത്ത് എന്താ പറഞ്ഞത്? എവിടുന്നാ സമ്പത്ത് വരുന്നത്? നാവിന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ എവിടുന്ന് വരും? നന്മ വരും. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. പൗലോസ്ലീഗയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദേശം. പൗലോസ്ലീഗ പറഞ്ഞ ദാരിദ്ര്യം, ആ ദാരിദ്ര്യം എന്നാന്നുള്ള ഇപ്പൊ മനസ്സിലായോ? സുവിശേഷ നിമിത്തം ഉണ്ടായതാ. സുവിശേഷ നിമിത്തം ഉണ്ടായതും ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തമ്മിൽ വ്യത്യാസമുണ്ട്. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്. ഉടനെ പൗലോസ് പറഞ്ഞില്ല എല്ലാവരും ദാരിദ്ര്യം എന്ന് പറഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിനെ കൊണ്ട് നിങ്ങൾ നിമിത്തം യേശു ദരിദ്രനായേക്കുമെന്നല്ല, ആയിരിക്കുന്നു ക്രൂശില്. മറന്നു പോകരുത്. ഇത് തമ്മിൽ കുഴപ്പിച്ച് പഠിപ്പിക്കുന്ന ഉപദേശം കേൾക്കുമ്പോഴാണ് നമുക്കും കൺഫ്യൂഷൻ വരുന്നത്. കൺഫ്യൂഷൻ ആകരുത് പ്രിയരെ, കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് ഞാൻ നിൽക്കുവാണേ. നമ്മൾ വീട് ബൈബിൾ പറഞ്ഞു, യഹോവ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന എന്തുവരും എന്നാ പറഞ്ഞത്? കണ്ടോ? സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും നട്ട് നനയ്ക്കാത്ത തോട്ടങ്ങളും നോക്കിയാ നിങ്ങൾ ആ വാക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ ജനിച്ചൊരു ആയുസിന്റെ പകുതി കഴിഞ്ഞിട്ട് പോലും ഒന്നും കിട്ടുന്നില്ല. ഇപ്പോഴും വായ്പക്കാരനും ബ്ലേഡുകാരനെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ബൈബിള് പറയുന്നു, നീ നിറയ്ക്കാത്ത സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീട്. പ്രോസ്പെരിറ്റി ആയിട്ട് ഇറങ്ങിയല്ല, ഇറങ്ങി. പ്രോസ്പെരിറ്റി വേണ്ടേ? ദാരിദ്ര്യം അനുഭവിക്കുന്ന വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറി മേടിച്ചു കൊടുക്കുന്ന നല്ല സുവിശേഷം. അവനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ അവനെ രക്ഷിക്കുന്നത്? കുഷ്ഠരോഗി എടുക്ക പോയിട്ട് ഉപദേശം പറഞ്ഞൊരു കാര്യമില്ല, അവനെ സൗഖ്യമാക്കണം. ക്യാൻസർ രോഗം എടുക്ക പോയിട്ട് പറയാ സാരമില്ല സഹോദരി, നിത്യതയിലുണ്ടല്ലോ. അല്ല, അവന് ക്യാൻസറിന് എങ്ങനെ സൗഖ്യം വരുമെന്ന് പറഞ്ഞു കൊടുക്ക്. ഒരു മുടന്തനോട് പോയിട്ട് പറയാ, സഹോദര ഇപ്പൊ നീ മുടന്തനാണ്, പക്ഷെ നിത്യതയിൽ നിനക്ക് കാലം ഉണ്ടാകും. എന്തിന്? അതെല്ലാവർക്കും അറിയാം നിത്യതയിൽ കാലം ഉണ്ടാകുമെന്ന്. ഇപ്പൊ എന്നാ വരാത്തത്? അത് ഇപ്പം വരാത്തതിന്റെ കാരണം എന്തുവാ? അപ്പോസ്തലപ്രവൃത്തിയിൽ ഉണ്ടല്ലോ, മുടന്തൻ എണീറ്റെന്ന് യേശു പറഞ്ഞല്ലോ. മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കുമെന്ന്. അതെന്താ ഇപ്പൊ കാണാത്തത്? കാര്യം നമ്മൾ പറഞ്ഞു പഠിച്ചു, ഇപ്പൊ കണ്ടതിലും കുഴപ്പമൊന്നുമില്ല, നിത്യതയെ കിട്ടുമെന്ന്. പ്രിയരെ, നിത്യതയിലാണോ യേശു സൗഖ്യമാക്കിയത്? ഇവിടെയല്ലേ യേശു സൗഖ്യമാക്കിയത്. ഇവിടെയല്ലേ യേശു ക്രൂശിൽ രോഗത്തിന് വേണ്ടി. സ്വർഗത്തിൽ നമുക്ക് രോഗമുണ്ടോ? ഇല്ല. നിത്യതയിൽ രോഗമില്ല. ഇവിടെ രോഗമുള്ളത്, ഇവിടെയല്ലേ സൗഖ്യം വേണ്ടത്. അപ്പൊ ആ വ്യക്തിയിലേക്ക് അതിനെ പകർന്നു കൊടുക്കാനുള്ള വഴി അറിയാത്തത് കൊണ്ട് പലരും അത് ഡോക്ട്രിനാക്കി മാറ്റി. നമ്മളത് കേട്ട് ആമേൻ പറഞ്ഞു. അതെന്ത് സംഭവിച്ചെന്നറിയാവോ? പിശാചിന് പ്രവേശിക്കാൻ ഒരു വാതിലായിട്ടത് മാറി. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ. അപ്പം ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ കളിയാക്കിയാലും കുഴപ്പമില്ല, പരിഹസിച്ചാലും കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പാണ്. ഞാൻ ചോദിച്ചോട്ടെ, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീട് ചുമ്മാ കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? ഒന്ന് പറഞ്ഞു. ഫ്രീ ഒരു 2 നില വീടും നല്ല ഹോളും കർത്താവിന്റെ നാമത്തിൽ നല്ല തോട്ടങ്ങളും ഫ്രീ ആയിട്ട് കിട്ടി, നോ പറയൂ? ഓ ഞാൻ വിശ്വാസിയാ കേട്ടോ, ഇതൊന്നും എനിക്കുള്ളതല്ല, വേണ്ടെന്ന് പറയുമോ പ്രിയര്? പറ. അപ്പൊ ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ അഹങ്കാരമല്ലേ? ഈ കളിയാക്കുന്നവൻ അത് പിശാചല്ലേ അതിന്റെ അകത്തിരിക്കുന്നത്. പിശാചിന്റെ ആഗ്രഹം എന്തുവാ? നിങ്ങൾക്ക് വാടക വീട്ടിൽ കിടന്ന് വാടകക്കാരന്റെ വായിക്കുന്ന മുഴുവൻ കേട്ട് ആ കുടുംബത്തിൽ കഞ്ഞി വെക്കാണ്ടില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് ആരാധനയുണ്ട് ബ്രദറെ എന്ന് പറയുന്നതല്ല. സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും. നോക്കിക്കേ, നീ കുഴിക്കാത്ത കിണറുകളും, ഒറ്റ കിണറല്ല കേട്ടോ, കിണറുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കും. ഷുഗറും പ്രഷറും, ഇത് കഴിക്കാൻ പറ്റത്തില്ല, അത് കഴിക്കാൻ പറ്റത്തില്ല, ഇത് കഴിക്കാൻ പറ്റത്തില്ല, തിന്ന് തൃപ്തി വരുമെന്ന് പറഞ്ഞേക്കുന്നത് കണ്ടോ? ദിവ്യ ആരോഗ്യം ഉണ്ടാകും. ഇതെല്ലാം കിടക്കുക, പക്ഷെ ഇതൊന്നും വരുന്നില്ല. പല ആൾക്കാരും ആയുസ്സെത്താതെ മരിക്കുമ്പോൾ നമ്മൾ പറയും, ഓ കർത്താവ് തന്നു, കർത്താവ് എടുത്തു. ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. ബൈബിൾ അങ്ങനെ പറയുന്നത് എന്തുവാ? നിനക്ക് ദീർഘായുസ് വരുമെന്നാ പറഞ്ഞേക്കുന്നത്.
അപ്പൊ നമ്മളൊരു ഉപദേശത്തിന്റെ അകത്ത് ലോക്കായി പോയി. നമ്മൾ അതിനെ പ്രചരിപ്പിക്കുന്നവരാകരുത് പ്രിയരെ. പുറത്തു വരണം കേട്ടോ, പുറത്തു വരണം. പുറത്തു വന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമ്പോൾ ചോദിക്കാൻ നിൽക്കുമല്ലേ, അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയും എനിക്കറിയത്തില്ല. നമുക്ക് ആ പുത്രന്റെ കർത്താവ് പറഞ്ഞ വാക്ക് തിരിച്ചു പറയും. ആ മുടിയമ്പുത്രന്റെ ചേട്ടൻ പറയും, കർത്താവേ, പിതാവ്, അപ്പ ഞാൻ ഇന്നേ വരെ വീട്ടിലുണ്ടായിട്ട് ഇന്നേ വരെ കാളയെ തന്നില്ല, നീ പറഞ്ഞില്ല, നീ പോയി സുഹൃത്തുക്കളുമായിട്ട് കാളയെ അറുത്ത് കഴിച്ചോ, പറഞ്ഞില്ല. ഉടനെ പിതാവ് പറയാണ്, എന്റേതല്ല നിന്റേതും, നിന്റേതെല്ലാം എന്റേതും അല്ല, നിനക്ക് അറുത്ത് കഴിക്കാമായിരുന്നല്ലോ എന്ന് പറയും. കണ്ടോ, ഇതാ സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടാൻ വേണ്ടി പോകുന്നത്. ബൈബിള് വായിക്കണമായിരുന്നു പറയും, പ്രബോധനം കേൾക്കണമായിരുന്നു പറയും. കണ്ടോ, അതും ഇതും കേൾക്കാൻ പോയിട്ട് ബൈബിള് വായിക്കാതിരിക്കരുത് പ്രിയരെ. പ്രബോധനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരണം. കർത്താവിന്റെ നാമത്തിൽ പുറത്തേക്ക് ഒഴുകുന്നതാണ് മിനിസ്ട്രി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് പറയാൻ കാരണം വ്യക്തിഹത്യ ചെയ്യുവല്ല, ദുരുപദേശങ്ങളെ സൂക്ഷിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് വിപരീതമായി ഞാനാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ ഇറങ്ങി വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. കണ്ടോ, വ്യക്തിയല്ല അവിടെ നോക്കിയത്, പകരം ദുരുപദേശത്തെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ, എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട്, ഈ ദിവസങ്ങളിൽ ഈ ചില വിഷയം വരുമ്പോൾ നമുക്ക് മുന്നോട്ട് കുറച്ച് ടൈം വേണ്ടി വരും. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം. ഹല്ലേലൂയ. ആ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഇപ്പോൾ തന്നെ, ആ സാമ്പത്തിക കുരുക്കുകളിൽ കിടക്കുന്നവരെ കുരു കഴിയട്ടെ. ആ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ മാറിപ്പോകട്ടെ. കർത്താവേ, പാതി വഴിയിൽ ആയുസ്സിനെ കെടുത്താൻ കയറിക്കൂടിയ മാരക രോഗമേ, രോഗശക്തിയെ ഇറങ്ങു യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾക്ക് ലോങ് ലൈഫാണ് പ്രോമിസ്. ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ലോങ് ലൈഫ് എന്ന് പറഞ്ഞാൽ കിടക്കെ കടന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് കിടക്കുമെന്നല്ല എൻ്റെ അർത്ഥം. കിടക്ക എടുത്ത് നടക്കും ഞാൻ. ഓ ലോർഡ് ജീസസ്. അപ്പൊ ആ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ശലഭന റട്ടൂസ് മിറ്റേലിയാമാന. എൻ്റെ ഉള്ളത്തിൽ എനിക്കറിയാം, സോന എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം തരുമോ? സോനയുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവുക. സോനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ലോർഡ് ജീസസ്. എന്തോ എന്റെ ചേട്ടന്റെ മോള് സോന. എന്റെ അച്ഛൻ്റെ അനിയന്റെ മകളുണ്ട്. എന്റെ ചേട്ടന്റെ മോളാണ് സോന. ഞാൻ ഈ സോനയ്ക്ക് വേണ്ടി സോനയാണ്. ഞാനൊരു സോനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തന്നെ ഞാൻ ഈ ബിജു എന്ന് പറഞ്ഞ ഒരു പേരും കൂടെ എന്റെ മനസ്സിലേക്ക് വരിക. ബിജു. ബ്രദറെ, അവളുടെ വല്യപ്പന്റെ പേര് ബിജു, അപ്പന്റെ ചേട്ടന്റെ പേര്. ഓക്കെ, ഈ ബിജു എന്നുള്ളത് ചേട്ടനാണ്, അപ്പന്റെ ചേട്ടൻ അല്ലേ? അപ്പന്റെ ചേട്ടൻ സോനയുടെ അപ്പന്റെ ചേട്ടനാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണെ. തകർച്ചയ്ക്കകത്തുനിന്നും കർത്താവ് നിങ്ങളിലൂടെ ഭവനത്തെ പുറത്തു കൊണ്ടുവരും. വലിയൊരു സാക്ഷ്യമായിട്ട് മാറ്റുവപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. എല്ലാ പൈശാചിക നുഖത്തെയും ഞാനിപ്പോൾ തകർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുകയോ എന്ന ഒരു ഭവനത്തിന്റെ മേലേക്ക് കർത്താവിന്റെ ഒരു പ്രവൃത്തി സംഭവിക്കുക. ഞാൻ ആ ഭവനത്തിൽ താര എന്ന് പറയുന്ന ഒരു പേര് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. താര എന്ന് പറയുന്ന ഒരു പേര് ഒരു ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിത് പ്രാർത്ഥിക്കുമ്പം ഒരു തുറന്നിട്ട ഒരു മുറി, ഞാൻ അതിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നതായിട്ടൊരു കാഴ്ച കാണുക. ഈ താര ആ മുറിക്കകത്തിരുന്ന് മാനസിക നില തെറ്റിക്കുവാൻ നോക്കുന്ന ഒരു പ്രവൃത്തി ആ മകളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക. ഈ താരയെന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് ഞാനിത് കാണുന്നത് ഈ ഒരു ഭവനത്തിന്റെ വാതിലയിൽ ഇങ്ങനെ ഒരു വൈൻ റെഡ് പോലത്തെ എന്തോ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വൈൻ റെഡ് കളറിൽ ഒരു സാധനം ആ ഡോറയിൽ ഞാൻ കാണുന്നുണ്ട്. ആരാണോ താരയുമായിട്ട് ബന്ധപ്പെട്ടത് ഈ വൈൻ റെഡ് കളറിലെ സാധനം? ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താരയുമായിട്ട് സൗരങ്ങളെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. എന്റെ ഫ്രണ്ട് ഉണ്ട്, പക്ഷെ എനിക്ക് വീട്ടിലെ കാര്യം അറിയത്തില്ല. ചോദിക്ക്. ഈ ഡോറയിൽ ഇങ്ങനെ ഒരു റെഡ് കളറിൽ എന്തോ ഒരു സാധനം, അതിലൊരു സൈനാണ്. എന്തോ എന്റെ അയൽവക്കത്താണ് ഉണ്ട് ഒരു കുട്ടീന്റെ താര. അവരെ കർത്തനെല്ലാം വൈൻ റെഡാണ്. വൈൻ റെഡാ?
അവരെ അച്ഛനും അമ്മയും ഒരു മോളേ ഉള്ളൂ. മോളും അവര് ഫാമിലി ആയിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. എന്നാ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കും കേട്ടോ. അവൻ പല്ല് കടിച്ചു ഉരുകും. ഓ യേശുവേ, ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ററ്റൂഷ് പറ്റേരിയ യേശുവിന്റെ നാമത്തിൽ ലൂഫ്രലീമിനിയ സ്വഖാറ ലസ്പിറ്റേരിയ. ഈ കെൽട്രോൺ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരു ഫാമിലിയിൽ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ഒരു തലമുറയുമായി ബന്ധപ്പെട്ട ഞാൻ കാണുന്നത് കെൽട്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനി എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഒരു 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 വഴി, അവനെ അവിടുന്ന് തുടങ്ങിയ ഒരു പ്രതിസന്ധി ആ കുടുംബത്തിൽ നിന്നും ആ വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. കെൽട്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ആരംഭിച്ചത്, അവിടുന്ന് തുടങ്ങിയതാണ് ഈ ഒരു വിഷയം. ലോർഡ് ജീസസ് പറഞ്ഞു. എന്റെ മരുമകൻ കെൽട്രോണിൽ വർക്ക് ചെയ്തതാണ്. അവിടുന്ന് ഇപ്പൊ വേറെ കമ്പനിയിലാണ്. അവന്റെ ജീവിതത്തിൽ അവിടുന്ന് തുടങ്ങിയ ഒരു സാധനമാണ്. അവിടുന്ന് ചില വ്യക്തികൾ നിമിത്തം അവന്റെ ജീവിതത്തിലോട്ട് കയറി കൂടിയ ഒരു സാധനം. അവന്റെ ഫ്യൂച്ചറിനെ അത് ലോക്ക് ചെയ്യുവാൻ നോക്കുന്ന ഒരു മേഖലയത്. ഇപ്പൊ അവൻ കെൽട്രോണിലല്ല, നേരത്തെ വർക്ക് ചെയ്തല്ലേ? അതെ. ലോർഡ് ജീസസ്, ഞാനതാ കണ്ടോണ്ടിരുന്നത്. കെൽട്രോണുമായിട്ടുള്ള ബന്ധമാണ് നേരത്തെ ആയിരുന്നല്ലേ? അതെ. അപ്പൊ ആ സമയത്ത് ഞാനിപ്പോ നിൽക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പൊ അവന്റെ ലൈഫിനെ ബ്ലോക്ക് ചെയ്യാതെ ഞാനൊരു സിസ്റ്റർ ഒരു കാഴ്ച കാണും. അവന്റെ മേൽ വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. 2 യാത്രകൾ അവന്റെ ജീവിതത്തിലുണ്ട്, ദൈവത്താലുള്ളതാണ്. കർത്താവെ, അതിനെ പാതി വഴിയിൽ മുറിക്കാൻ നോക്കുന്നതിനെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. കർത്താവിന്റെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലോഷനബരിയാലും ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. സാറ്റോ ബ്രീറ്റി ഫിസിയർ. ഈ സംഗീത എന്ന് പറയുന്ന തലമുറയുള്ള കുടുംബം ഏതാ? സംഗീത എന്ന് പറയുന്ന തലമുറ ഇപ്പോ ഉള്ള തലമുറയാണ് എടുത്തു പറയുന്ന, കസിൻസ് അല്ല. സംഗീത എന്ന് പറയുന്ന തലമുറയുള്ള ഭവനമേതാ? സംഗീത എന്റെ പേരാണ്. സിസ്റ്ററുടെ പേരാ സംഗീത. ഷാഥിമെനിയാലോ. ഞാൻ സംഗീത എന്ന തലമുറ എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു അരുളിപ്പാടാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഫ്രണ്ട് അല്ല, മോളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. അല്ല സിസ്റ്റർ, അതല്ല, സംഗീത എന്ന് പറയുന്ന മോള്. ഇപ്പൊ ആ സംഗീത സിസ്റ്റർ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. നമുക്ക് സിസ്റ്റർ തന്നെയാണോ നോക്കാം. റാസ്പെറ്റേരിയ സിസ്റ്റർ, ഞാനൊരു മാർച്ച് മാസവുമായിട്ടൊരു കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് കാണുന്നത്. സിസ്റ്റർക്ക് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉള്ളതാണോ? ഇല്ല. അപ്പൊ സിസ്റ്ററുമായിട്ടുള്ളതല്ലത്. സംഗീത എന്നുള്ളത് മാർച്ച് മാസവുമായിട്ട് കണക്ഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതിന് കൺഫ്യൂഷൻ വേണ്ട. ആ വ്യക്തിയാണോ എന്നറിയാൻ വേണ്ടിയാണ്. മാർച്ച് മാസം പറഞ്ഞു. ചേട്ടന്റെ മോള് സംഗീതയാണ്. എന്റെ മോള് മാർച്ച് 24 തീയതി ഉള്ളതാണ്. സിസ്റ്ററുടെ മോളാണ് മാർച്ചിലുള്ളത് അല്ലേ? മാർച്ച് 24 എന്റെ മോള്, ചേട്ടന്റെ മോളാണ് സംഗീത. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ അപ്പൊ ആ ബ്ലോക്കുകൾ മാറട്ടെ. ഓരോ പ്രവചന ആലോചനയ്ക്കകത്ത് ഒരു ഡെലിവറൻസ് ഉണ്ട് കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആ ഭവനത്തിന്റെ മേൽ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. തലമുറകളുടെ മേലുള്ള ആ ബൗണ്ടറികളെ ഞങ്ങൾ പൊളിക്കുന്നപ്പ, ദുഷ്ടം കെട്ടിയ വേലികളെ പൊളിച്ചു മാറ്റുന്നപ്പ യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിസ്താരമാകട്ടെ. ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ ആനന്ദ ആമേൻ. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ആ ബൗണ്ടറി ബ്രേക്ക് ആകുന്നു. കൂട്ടുകാരിൽ പരമായി ദൈവത്താലുള്ളൊരു നന്മയുണ്ടാകും. 2 പേർക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാനൊരു വാഹനം വിറ്റു. ആ വാഹനം വിറ്റിട്ടും അതിന്റെ ചില ഡോക്യുമെന്റ്സുകൾ, അതിന്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളും ഒക്കെ ഒരു വീടിന്റെ അകത്ത് ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുക. അതായത് വാഹനം വിറ്റു, പക്ഷെ അതിന്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളും ഒക്കെ ഒരു വീട്ടിലുണ്ട്. ഈ വാഹനം വിറ്റതൊരു അടയാളം കാണിക്കുവാണ്. ഞാൻ ആ വണ്ടിയുടെ പേപ്പറെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനിലെന്ന് പറയുന്ന ഒരു പേരാ കാണുന്നത്. വാഹനം വിറ്റു, ഇപ്പൊ ആ വാഹനം ഇല്ല, പക്ഷെ ആ വാഹനത്തിന്റെ പേപ്പർ ആ വീടിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്.
അണിലെന്ന് പറയുന്ന ഒരു പേരാണ് ആ വാഹനത്തിന്റെ ആ പേപ്പറെ ഞാൻ കാണുന്നത്. കർത്താവേ, അത് ഏത് ഭവനത്തിന്റെ അകത്താണോ ഇരിക്കുന്നത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ വ്യക്തിക്ക് ആ ഭവനത്തിന്റെ അകത്ത് അന്തരീക്ഷങ്ങൾ മാറാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. അത് ഏത് വീട്ടിലാണോ ഇരിക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ആ പ്രതിസന്ധി അവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബാക്കി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത്, സൂമിലാണ് നിങ്ങൾക്ക് ഈ ആലോചന കേൾക്കുന്നതെങ്കിൽ ലൈവിലും ഉണ്ട്, അവർ മാത്രം മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ്, ഈ അനിലുമായി ബന്ധപ്പെട്ട ഈ വാഹനത്തിന്റെ പേപ്പർ ഇരിക്കുന്ന ഭവനം ഏതാണോ, ഞാൻ ആ ഭവനത്തെ പറഞ്ഞു സിസ്റ്റർ. ഹലോ ആ എന്റെ വീട്ടില് എന്റെ മരുമോന്റെ 2 പഴയ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ സ്വന്തം മോൻ അത് കൂട്ടുകാരും കൂടി എടുത്ത് വിറ്റു. പക്ഷെ ആ 2 വണ്ടിയുടെയും പേപ്പറുകള് എന്റെ കൈവശം വെച്ചിട്ടുണ്ട്. അത് പേരാരുടെയൊക്കെയാന്ന് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അനിൽ എന്നുള്ള പേരാണ് നോക്കൂ സിസ്റ്ററെ, അനിൽ എന്നുള്ളത്. ആ, ഗോഡ് ബ്ലസ് യു. നന്ദി പിതാവേ. നാളെ ഞാൻ പറയാം. മതി മതി മതി, വെറുതെ ഇല്ല കേട്ടോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ യേശുവിന്റെ പറഞ്ഞു. നിന്നലെ കൊറേ നല്ല പണിയുണ്ട്. നല്ലോണം പണിച്ചിട്ട് എനിക്കാലും പറ്റാത്തൊരു പണിയാ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഞാൻ കേട്ടതാ. പിന്നെ പനി മാറി പാസ്റ്റർ. പനി മാറി. മാറി പാസ്റ്റർ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച. കർത്താവേ, എൻ്റെ ജീവിതത്തിലോട്ട് അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ പ്രവചനത്താൽ എന്നോട് ഇടപെടണമേ. അങ്ങയുടെ ആലോചനയാൽ എന്നെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ കൃപാവരങ്ങളാൽ എന്നോട് ഇടപെടണമേ. അങ്ങയുടെ വചനത്താൽ എന്നെ ബലപ്പെടുത്തണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു. മ്യൂട്ട് മാറ്റണ്ട. എൻ്റെ യേശുവേ, ഷലബ റഗിരിയ ലസൂസന റൈതന ബറലിയ സൈറ്റഹു റാമിക്കി നലഫോറിയാൻ തെരിക്കിമാക്കിമാൻ സോ ഫനാറ ബെൻബെ റിലേ ബെൻസാ സോ ഷൈലേ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ ഉള്ളത്തില് ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. സനലിന്റെ ഭവനം. സനലിനോട് ചേർന്ന് തന്നെ ജൂൺ എന്ന് പറയുന്ന ഒരു മാസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സനലിന്റെ ഭവനം, സനലുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏതാണോ ആ സനലിന്റെ ഭവനം, എന്നാണ് ജൂൺ മാസവുമായിട്ട് ബന്ധം, യേശുവിന്റെ നാമത്തിൽ ഷാഥനമർ. എന്താ അതിന്റെ കണക്ഷൻ? ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വിഷയത്തിന്റെ അകത്ത് ദൈവം ഇടപെടും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഷഫനഫറലിയ നസ്വലിയ ബറൈസ്പെറ്ററിയമനലൂറ നിബോറ ബെൻവലിയ ഷഥരിയാന്തരി. ഇന്ന് സൂമിലാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റി ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റെടുത്തോണം, സനലിന് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്മയാൽ ദൈവം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ യേശുവേ, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ, രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെക്കാവോ? എൻ്റെ കൂടെ ഒന്ന് പറയാവോ? യേശു എൻ്റെ രോഗത്തെ വകച്ചു. ഇന്ന് കേട്ടോണെ, ദീർഘായുസാണ് നമ്മുടെ അവകാശമേ. ലോങ് ലൈഫ്, ലോങ് ലൈഫ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൽ വളരാൻ കഴിയുന്നുള്ളത്. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ കേൾക്കുന്ന സ്ഥലങ്ങളിൽ വചനത്തിന്റെ പ്രബോധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതിലൂടെയാണ്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ പ്രസംഗിക്കുന്നതിനെ കാണണം. പ്രസംഗിക്കുന്നത് കാണണം. അതെന്താ ഞാൻ പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ, പിശാചിനും പ്രസംഗിക്കാൻ പറ്റും വചനം. പിശാചിന്റെ അണിയകൾക്കും യേശുവിനൊക്കെ വന്ന് പിശാച് വചനം പറയുന്നുണ്ട്. പക്ഷെ പിശാചിന് ഒരിക്കലും വചനത്തെ കാണിക്കാൻ പറ്റത്തില്ല. മർക്കോസിന്റെ 16 പറയുന്നു, ദൈവം തന്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. കണ്ടോ? അപ്പൊ നിങ്ങൾ കേൾക്കുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര പ്രസംഗമുണ്ട്,
പക്ഷെ ലൈഫിലൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോണം, ആ പ്രബോധനത്തിൽ എവിടെയോ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. കാര്യം എവിടെയാണോ വചനം വെളിപ്പെടുന്നത് അവിടെ പ്രവൃത്തികൾ നടക്കും. എവിടെയാണോ നിങ്ങൾ സ്വന്തമായിട്ട് വചനം പറയുമ്പോൾ ആ വചനത്തിന്റെ പ്രവൃത്തിയാണ് അത്ഭുതങ്ങൾ. ഇത് നമ്മളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അത് പ്രബോധനത്തിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മുടെ വാഗൊണ്ട് അതിനെ നിങ്ങൾ പറഞ്ഞ് കൊണ്ടുവരണം. ഇനി പ്രബോധനം കറക്റ്റാ ബ്രദറെ, പക്ഷെ അത് വരുന്നില്ല. അതിന്റെ അർത്ഥം വായുടെ ഫലത്താൽ നന്മ വരും. അങ്ങനെയെങ്കിൽ ജീവനും മരണവും നാവിന്റെ അധികാരത്തില്ല. ഈ നാവ് കൊണ്ട് മരിക്കാനും പറ്റും, നാവ് കൊണ്ട് ജീവിക്കാനും പറ്റും. വരും ദിവസങ്ങളിൽ നമുക്കത് ചിന്തിക്കാം. നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് വിഷയം. അപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, മിറക്കിൾ മണി ഉണ്ടാകട്ടെ, മിറക്കിൾ മണി ഉണ്ടാകട്ടെ, മിറക്കിൾ മണി ഉണ്ടാകട്ടെ, അവരുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഫാദർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച സഹോദരങ്ങളെ, കർത്താവിന്റെ മുറിവ് നിങ്ങളുടെ സൗഖ്യവും ആരോഗ്യവുമാണ് കേട്ടോ. ആ രോഗം ഇനി വേണ്ട, രോഗം ഇനി വേണ്ട. കൃപ മതി, കൃപ മതി, കൃപ മതി, കൃപ മതി, കൃപ മതി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണല്ലോ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അപ്പാ, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൈയെടുത്ത് വെച്ച് ദ പവർ ഓഫ് ദ ഹീലിംഗ് ഇസ് മൂവിങ്. ലോർഡ് ജീസസ്, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് മ്യൂട്ട് മാറ്റി പറയാം. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പിതാവേ, ഇന്ന് അവർ വിതച്ചത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കാണല്ലോ. അപ്പൊ അത് കൂടുതൽ ഞങ്ങൾക്ക് ലോകം മുഴുവൻ കർത്താവിന്റെ സുവിശേഷവുമായിട്ട് പുറപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അനേകർ യേശുവിലേക്ക് വരുവാൻ മുഖാന്തിരമാകട്ടെ. ആ വിധകളെ ബ്ലസ് ചെയ്യുന്നു. സമൃദ്ധിക്കായിട്ട് നന്ദി, നന്മയ്ക്കായിട്ട് നന്ദി, ഉയർച്ചയ്ക്കായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. മുന്നോട്ട് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റും. ആഗ്രഹിക്കുന്നവർക്ക് വിതയ്ക്കാം. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ നിർബന്ധത്താലല്ല, അവനവര് ഹൃദയത്തിൽ തോടുന്നത് വിതയ്ക്കട്ടെ എന്ന് വചനം പറയുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ മ്യൂട്ടുകളെ മാറ്റി, പ്രാർത്ഥനാ വിഷയമല്ല പ്രിയരെ, പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സ്ക്രീനിൽ ഒരു 4 നമ്പറുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സാക്ഷ്യമുള്ള സഹോദരങ്ങൾ ഉള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മ്യൂട്ട് മാറ്റി എന്ന് പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവര്. ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, സുമ എന്ന് പറഞ്ഞ സിസ്റ്റർ അന്ന് ഷോൾഡർ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അവൾക്ക് ഹീലിംഗ് ആയിന്ന് അന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഡോക്ടറെ അടുത്ത് പോയപ്പോ അവൾക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനിഭാഷ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ രോഗസൗഖ്യത്തിന്റെ കൃപാവരം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. സഹോദരി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ ആ ഒരു പ്രോബ്ലം കൈക്ക് സർജറി വേണമെന്ന് പറഞ്ഞതാണ്. എന്നാൽ ആ വേദന പൂർണ്ണമായിട്ട് മാറി. ഡോക്ടർ പറഞ്ഞു സർജറി വേണ്ട. കണ്ടോ, ഒരു രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വ്യക്തിയുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് കണ്ടോ, ഒരു സർജറി മാറിപ്പോയത് കണ്ടോ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എന്തോ ബ്രദറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ബ്രദറെ, 7-ാം തീയതി നടന്ന ഡെലിവറൻസ് മീറ്റിംഗില് പിന്നെ ഞങ്ങളെ പിന്നെ ഒരു ദൂത് പറഞ്ഞിരുന്നു. ദൈവം പറഞ്ഞിരുന്നു. അപ്പൊ അതില് ബക്കറ്റില് പുസ്തകം ഇട്ടുവെച്ച ഒരു ദൂത് പറഞ്ഞ ഓർമ്മയുണ്ടാ ബ്രദർ? അപ്പൊ അത് ഞങ്ങൾക്ക് ഈ റെക്കോർഡിങ് ആദ്യമേ കിട്ടുന്നില്ല. അതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത് ബ്രദറെ. ഓ സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ലാപ്ടോപ്പ് കംപ്ലീറ്റ് ഫുൾ ആയിപ്പോയി. 2 ദിവസത്തെ റെക്കോർഡിങ്ങുകൾ, 2 അല്ല കുറച്ച് ദിവസം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മുമ്പിലത്തെ ഒരു 2-3 സൺഡേ മിസ്സായി. കാര്യം ലൈവ് പൊക്കോണ്ടിരുന്നപ്പോ, മീറ്റിംഗ് റെക്കോർഡ് ആയിക്കൊണ്ടിരുന്നപ്പോ തന്നെ അത് മെമ്മറി ഫുള്ളായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ
അപ്പൊ കുറെ മെസ്സേജുകൾ അത് വീണ്ടും നമ്മൾ മെമ്മറി എടുക്കാൻ വേണ്ടി കുറെ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ ചില മെസ്സേജ് മിസ്സായിപ്പോയി. അപ്പൊ ഒന്നെങ്കിൽ ബ്രദർ ഫേസ്ബുക്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്. നമ്മുടെ എംബ്ലം നോക്കിയാൽ മതി, കാണാൻ പറ്റും. ട്രൂ ലൈറ്റ് ജനറേഷൻ അതിന്റെ അകത്തും ഇല്ല. ഫേസ്ബുക്കിലും ഇല്ല. അപ്പൊ ബ്രദർ അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ഇല്ല ബ്രദർ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മുതൽ ആലോചന വരുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും വേഗത്തിൽ റെക്കോർഡ് ചെയ്യുക. കാരണം നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. യൂട്യൂബിൽ നിന്ന് ഒരു സ്ട്രൈക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ചിലപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ വേഗത്തിൽ അത് റെക്കോർഡ് ചെയ്യുക. അത് അങ്ങനെയുള്ളപ്പോൾ കേട്ടോ നോട്ട് ചെയ്ത് വെക്കുക. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു പണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് അതിന്റെ ഡോക്യുമെന്റ്സ് ഇരിക്കുന്നത്. അനിൽ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ഞങ്ങൾ കൊടുത്തത്. അയാൾ ബ്രോക്കറായിട്ട് നിന്നിട്ടായി ഞങ്ങൾ കൊടുക്കുകയായിരുന്നു. അതിന്റെ പേപ്പർ നമ്മുടെ വീട്ടിലായിരിക്കുന്നത്. എന്റെ വീട്ടിലിരിപ്പുണ്ട്. ഇന്നൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുവാണ്. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാമ്പത്തിക മേഖലയ്ക്കകത്തുനിന്നും ഇങ്ങനൊരു വാക്ക് ഞാൻ 2 കാര്യമാണ്. ഒന്ന്, ആയുസ്സും ഉണ്ടാവും, സമ്പത്തും ഉണ്ടാവും കേട്ടോ. ഇത് രണ്ടിനും വിരോധമായി നിൽക്കുന്നതിനെ കർത്താവ് എടുത്തു മാറ്റും. കർത്താവിന്റെ സാക്ഷ്യം അവിടെ തുറന്നു കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു പറഞ്ഞു സനൽ എന്റെ വൈഫിന്റെ ഉപ്പാപ്പന്റെ മോനാണത്. അപ്പന്റെ അനിയന്റെ മോനാ സനൽ. വേറെ ആരും പറയാത്തതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുക്കുവാണ്. ജൂൺ മാസം എനിക്ക് അവനോട് ബന്ധപ്പെട്ടാണ് ജൂൺ മാസം പറഞ്ഞത്. അതുപോലെ ചേർന്ന് ഒരാൾ നിൽക്കുന്നത് ജൂൺ മാസം എടുത്തു കാണിക്കുന്നു പറഞ്ഞത്. ആ വ്യക്തിയുടെ കൂടെ ആ മാസത്തിൽ നിൽക്കുന്നതായിട്ടൊരു കാഴ്ച കൊണ്ടുവന്നില്ലെന്ന് അങ്ങനെയാ പറഞ്ഞത്. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് ചെക്ക് ചെയ്യാം. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കത്തില്ല, അയാളുടെ കൂടെ ആ മാസം നിൽക്കുന്നതായിട്ട് കാണുന്ന പറഞ്ഞത്, കൂടെ നിൽക്കുന്നതായിട്ട്. അപ്പൊ ഒന്ന് അന്വേഷിക്കുക കേട്ടോ, ആരാന്ന്, എന്താ ബന്ധം, ഒന്ന് ജൂൺ മാസമായിട്ട് എന്താ കണക്ഷൻ ചോദിക്കുക, എന്താ റിലേഷൻ കേട്ടോ. ഫാദറും മദറും മരിച്ചുപോയി, ആളിന്റെ കല്യാണം കഴിച്ചതും അല്ല ചോദിക്കുക കേട്ടോ. എന്തായാലും ഒരു കാര്യത്തെ കർത്താവ് അത് ചെയ്യുവാൻ സഹായിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ സാക്ഷിയുള്ളവര്? ഹലോ ബ്രദർ. എന്തോ ബ്രദർ, പിന്നെ എന്ന പേര് വെളിപ്പെടുത്തിയല്ലോ, അത് ഞാൻ പറഞ്ഞായിരുന്നു. അതില് അവരുടെ കുടുംബത്തോടെ എല്ലാവർക്കും പനിയാണ്. ആ പനിയായിട്ട് എല്ലാവരും കുടുംബത്തോടെ പനിയായിട്ട് കിടക്കുമ്പോഴാണ് ബ്രദർ വെളിപ്പെടുത്തിയത്. അതിന് ഇവന് പ്രാർത്ഥിക്കണം ബ്രദറെ. അതുപോലെയാണ് ഞാൻ സെപ്റ്റംബറിൽ നാട്ടിലോട്ട് പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. കർത്താവ് സാക്ഷ്യമാക്കുവാൻ ഒന്നും പേടിക്കണ്ട, ഭയപ്പെടേണ്ട. കാരണം കർത്താവ് എന്റെ കൂടെ ഉണ്ട്, ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരികയില്ല എന്ന് പറഞ്ഞോണം എപ്പോഴും കേട്ടോ. സാക്ഷ്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ബ്രദറെ. എന്തോ ബ്രദറെ, ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ 13 സദൃശവാക്യം എടുക്കെ 18 ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്ററിനോട് ഏതാന്ന് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ ഉള്ളില് പാമ്പെന്ന് ഉള്ളിൽ വരുവാ ബ്രദറെ. അപ്പൊ എനിക്ക് അങ്ങനെ ദർശനം ഇതൊന്നും ഉള്ള ആളല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് ഞാൻ ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെളിയിലോട്ട് ഡോറിന്റെ മുമ്പിൽ നോക്കുമ്പോ അവിടെ പാമ്പ് ബ്രദറെ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് കൂകി വിളിച്ച് അടുത്തുള്ളവരൊക്കെ വന്ന്, പക്ഷെ ലൈറ്റ് ഇട്ട് പാമ്പാണ്. എന്നിട്ട് പിന്നെ ആ പാമ്പ് തിരിച്ചു പോയി. അടിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ കേട്ട വാക്യ സിസ്റ്ററെ, യഹോവ ഭക്തി ആയുസിനെ ദീർഘം കണ്ടോ. കണ്ടോ നിങ്ങൾ ഇന്ന് ഇതൊരു സാക്ഷ്യം തന്നെയാണ് സഹോദരി പറഞ്ഞത്. ദുഷ്ടപിശാച് ആയുസിനെ കെടുത്താൻ വേണ്ടി പാമ്പിന്റെ രൂപത്തിൽ കിടക്കുവാണ്. ഡോറ് തുറക്കുമ്പോളെ കടിക്കാൻ കിടന്ന പിശാചിനെ കർത്താവ് നേരത്തെ വെളിപ്പെടുത്തി. നമ്മൾ കേട്ടത് ദീർഘായുസ് അല്ലേ? അതെ ബ്രദറെ. അപ്പം ബ്രദറെ, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. തിരുവനന്തപുരത്ത് വെച്ച് ബ്രദർ എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർ പറഞ്ഞു ഞാൻ പേടിപ്പിക്കാൻ പറയുമല്ല, ശക്തമായിട്ട് പ്രാർത്ഥിക്കണേന്ന്. കാരണം സ്വത്തിന് വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങൾ നടന്ന് എന്റെ ബ്രദറിനെ ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞത് വെച്ച് ഞാൻ
ദൈവം എൻ്റെ ആങ്ങളെ എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ഇത് ഇങ്ങനെ പാമ്പിന്റെ കാര്യം വരുന്നത്. ഒരു നിമിഷം. ഹലോ അപ്പൊ സിസ്റ്ററെ തീർച്ചയായിട്ടും ഇന്ന് കേട്ട വചനം പോലെ സിസ്റ്ററെ യഹോവ ഭക്തി നമുക്ക് ദീർഘായുസ്, നിങ്ങൾക്ക് ഇത് വലിയൊരു സാക്ഷ്യമാണ്. നോക്കി ഇപ്പൊ സഹോദരി നേരെ പോയി ആ രാത്രി വാല് തുറക്കുകയും ആ പാമ്പിനെ കയറി ചവിട്ടുകയും അത് കടിക്കുകയും ഇന്നൊരു ദുഃഖഭവനമാകുന്നതാണ് അവസ്ഥ. നോക്കി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കും. കണ്ടോ, കർത്താവ് അത് മനസ്സിൽ വെളിപ്പെടുത്തി ഡോർ തുറക്കുമ്പോൾ ആര് കിടപ്പുണ്ട്? പാമ്പ് കിടപ്പുണ്ട്. അപ്പം ആ മുൻകരുതലോടെയാണ് ഡോർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോ ഡോർ തുറക്കും, ചാടി വീഴും. ആ മുൻകരുതൽ ഇപ്പൊ മനസ്സിലായ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഈ എന്താ പറഞ്ഞത്, ദുർമരണങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതല്ല, ദീർഘായുസാണ് ദൈവത്തിൽ നിന്നുള്ളത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ദർശനം പെട്ടെന്ന് പറഞ്ഞു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ ബ്രദറെ? ഒറ്റ നിമിഷം. അപ്പൊ ഞാൻ യേശുവിനകത്ത് കുടുംബമായിട്ട് ഇവരെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പോ ദുഷ്ട പിശാചിന്റെ ദൃഷ്ടികളെ, അവന്റെ കണ്ണുകളെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പോ അവരുടെ മേലെ ദൃഷ്ടി മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന പിശാചിനെ അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. കർത്താവ് പെട്ടെന്ന് പറഞ്ഞാട്ടെ, സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ആരെങ്കിലും ഉണ്ടോ? എന്റെ വാലറ്റ് മുഴുവൻ കാണാതെ പോയി. ഞാൻ ട്രൈ ചെയ്ത് വീട്ടിൽ വന്നപ്പോഴാണ് നോക്കുന്നത് വാലറ്റ് കണ്ടു. പിന്നെ ഞാൻ കടയിൽ പോയപ്പോ അത് ഒന്നും നഷ്ടമാകാതെ ദൈവം എനിക്ക് തിരിച്ചു തന്നു. അതിന് സ്തോത്രം പറഞ്ഞ് ഞാൻ ആമേൻ ഏറ്റു. ആമേൻ. നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും. നമ്മൾ ഭാഗ്യവാൻ, നന്മ വരുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിശാചും എടുത്തോണ്ട് പോകത്തില്ല കേട്ടോ. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, ഒരു പ്രൈസ് ലോർഡ് ബ്രദറെ, സാക്ഷ്യമല്ല, ഒരു അർജന്റ് പ്രയർ റിക്വസ്റ്റാ ബ്രദറെ. എന്റെ അമ്മയുടെ അമ്മ കിഡ്നി പേഷ്യന്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ICUലാക്കി. 3-ാമത്തെ ദിവസം ICUന്ന് ഇറങ്ങി. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ബ്രദറെ. അത് കഴിഞ്ഞ് ഒരു പൈന്റ് ബ്ലഡ് കൊടുത്തു. HP കുറവാന്ന് പറഞ്ഞു. ആ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോ തൊട്ട് അമ്മ വയലന്റ് ആയി. അത് കഴിഞ്ഞ് അമ്മ കിടക്കയിലായി. ഇപ്പൊ സംസാരിക്കത്തില്ല, ഒന്നുമില്ല. റൈസ് ട്യൂബ് ഇട്ട് കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപ്പ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ആ രോഗബന്ധനത്തെ ഞങ്ങൾ ഇപ്പോൾ വെട്ടി പ്രാർത്ഥിക്കുന്നു. ആ പൈശാചിക നുഖത്തെ ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാതാവിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക രോഗശക്തിയെ ഇറങ്ങുക യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്. കിടക്ക എടുത്ത് നടക്കാൻ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് നാളെ കൂടാൻ. വൈകിട്ട് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ ദിവസങ്ങളിൽ നമുക്ക് സൂമിൽ, യൂട്യൂബിലാണ് നമ്മുടെ പ്രാർത്ഥന 3 ദിവസം. പക്ഷെ സൂമിൽ നമുക്ക് പ്രാർത്ഥനയുണ്ട്. അന്യഭാഷ പ്രാർത്ഥനയും വചനങ്ങൾ ഏറ്റുപറഞ്ഞ് അന്യഭാഷയാണ്. സഹോദരങ്ങൾ അത് ലീഡ് ചെയ്യും. ഞാനത് പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആണ് ഈ 3-4 ദിവസം. അപ്പം ഞാനൊരു യാത്രയിലായിരിക്കും. പക്ഷെ ഞാനും അതിൻ്റെ അകത്ത് പ്രാർത്ഥനയെ ജോയിൻ ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ അതൊരു അനുഗ്രഹമായി തീരും. വെയിൽസിലുള്ള സഹോദരങ്ങളെ, UK വെയിൽസിലുള്ള സഹോദരങ്ങളെ, എനിക്കത് ഷോർട്ട് നോട്ടീസാണ്. നിങ്ങൾക്ക് ഞാൻ അവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരും ചെതറി കിടക്കുന്നതുകൊണ്ട് ഒരാൾ ഒരു സ്ഥലത്തും മറ്റേ ആൾ പലയിടങ്ങളിലും ചെതറി കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും എവിടെയെങ്കിലും വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് കൂടുവാൻ. 2-3 പേരാളും കുഴപ്പമില്ല. എനിക്കറിയാം വിളിച്ചവരെല്ലാം അങ്ങ് ദൂരെ കിടക്കുന്നതെല്ലാം. എങ്കിലും ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് വെയിൽസിലുള്ള സഹോദരങ്ങളെ, ഈ ആ ഭാഗത്ത് വെയിൽസിൻ്റെയോ സ്നോനോഡിയയുടെയോ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് അയക്കുകയോ, ഇനി എന്നെ കിട്ടിയില്ലെങ്കിൽ ആ പ്രെയർ ലൈൻ നമ്പർ 3 നമ്പരും ഉണ്ടോ അതിലാണെങ്കിലും ബന്ധപ്പെടുക. ജസ്റ്റ് ഞാൻ അവിടെ വരുന്നുണ്ട് വെയിൽസിൽ. അപ്പം ആ ഭാഗത്ത് വെച്ചുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിക്കാം. ഒരു ഹോള് പോലെ ക്രമീകരിക്കാം. ചെറിയ ഹോളാളിലും മതി. നമുക്കൊന്ന് കാണാനും പ്രാർത്ഥിക്കാനും പറ്റുന്നത് നിങ്ങൾ ആ ഏരിയയിലൊന്ന് നോക്കുക. ജസ്റ്റ് നമുക്കൊന്ന് കാണാം. കാര്യം ദേശത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുവാനാണ് വരുന്നത്. അത് നമുക്ക് സഹായിക്കും. കർത്താവ് ബലപ്പെടുത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക്